Debate with Dr. Arun Kumar. കേരളത്തിന്റെ വികസന സ്വപ്നം വിഴിഞ്ഞത്തുനിന്ന് നങ്കൂരമിട്ടു. വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ച ധന്യ നിമിഷം യാഥാർത്ഥ്യമായി. വേദിയിൽ പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ പോലും ഭയപ്പെടുന്നു ഈ സർക്കാർ എന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. മുഖ്യമന്ത്രി തുറമുഖ ശില്പിയെന്നും കർമ്മയോഗിയെന്നും മുഖ്യമന്ത്രിയെ പുകഴ്ത്തി തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ. അദാനിയെ കമ്മ്യൂണിസ്റ്റ് മന്ത്രി പാർട്ട്ണറാക്കിയതിൽ സന്തോഷമെന്ന് പ്രധാനമന്ത്രിയുടെ ഉളിയമ്പ്. മോദിയുടേത് അധിക പ്രസംഗമെന്ന് തോമസ് ഐസക്. ഇന്ത്യ മുന്നണിക്ക് ഉറക്കം കെടുത്തുന്ന വേദിയെന്ന് മുഖ്യമന്ത്രിയെയും തരൂരിനെയും ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിയുടെ പരിഹാസം. മുഖ്യമന്ത്രി മറുപടി പറയാത്തതിൽ പരിഭവവുമായി കോൺഗ്രസ്. ചരിത്രമായ സ്വപ്ന നിമിഷത്തെ രാഷ്ട്രീയ നേട്ടത്തിനുള്ള ആയുധമാക്കിയോ എന്നാണ് ചോദ്യം. അതിഥികളായി നമുക്കൊപ്പം അഡ്വക്കേറ്റ് K. അനിൽകുമാർ CPM പ്രതിനിധി, അഡ്വക്കേറ്റ് ഷിബു മീരാൻ മുസ്ലിം ലീഗ് പ്രതിനിധി, യുവരാജ് ഗോകുൽ BJP പ്രതിനിധി, ഒപ്പം ഏലിയസ് ജോൺ മദർപോർട്ട് ആക്ഷൻ കൗൺസിൽ അംഗം കൂടി നമുക്കൊപ്പം ചേരും. ആദ്യം ഞാൻ CPM പ്രതിനിധി അഡ്വക്കേറ്റ് K. അനിൽകുമാറിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് K. അനിൽകുമാർ, ഇന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യം അവിടെ ശ്രദ്ധിക്കപ്പെട്ടു. പക്ഷേ അപ്പോഴും പ്രതിപക്ഷം ഉയർത്തിയ വലിയ ആരോപണം, നിങ്ങൾ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ പോലും ഭയക്കുന്നു, ആ പേര് ഉദ്ഘാടന വേദിയിൽ പറയാൻ ഭയക്കുന്നു. എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത്? ഉമ്മൻചാണ്ടിക്കും ഉണ്ടല്ലോ ഈ വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായതിൽ നിർണായകമായ പങ്ക്. ആ പങ്ക് നമ്മൾ എന്തിനാണ് മറക്കാൻ ശ്രമിക്കുന്നത്? അഡ്വക്കേറ്റ് K. അനിൽകുമാർ. അഡ്വക്കേറ്റ് K. അനിൽകുമാറിലേക്ക് ഞാൻ വരാം. അങ്ങയുടെ ശബ്ദത്തിന് ചെറിയ തടസ്സമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അങ്ങയിലേക്ക് വരാം. അതിനു മുമ്പ് ഷിബു മീരാനിലേക്ക് നമ്മളൊന്ന് പോകുന്നു. മുസ്ലിം ലീഗ് പ്രതിനിധി, UDF പ്രതിനിധി. അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ഇന്നത്തെ ധന്യ നിമിഷത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ പ്രതിപക്ഷ നേതാവ് UDF ഏകോപന സമിതിയുടെ പരിപാടിക്കായി കോഴിക്കോട്ടായിരുന്നു. പക്ഷേ അതിനു പറഞ്ഞ ഒഴിവ് കഴിവ്, തന്നെ ക്ഷണിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളാണ്. ആ വാദമൊന്നും ഇപ്പോൾ നിലനിൽക്കുന്നതേ അല്ല. പ്രതിപക്ഷ നേതാവ് കൂടി ഇന്നത്തെ ചടങ്ങിൽ പങ്കെടുക്കേണ്ടിയിരുന്നില്ലേ? ഇതിനെ ഒരു രാഷ്ട്രീയ വിവാദമായി, രാഷ്ട്രീയ ക്രെഡിറ്റ് ആർക്കാണ് എന്നതിനുള്ളൊരു തർക്കഭൂമിയാക്കി ഈ വിഴിഞ്ഞത്തെ മാറ്റേണ്ടതുണ്ടായിരുന്നു. അഡ്വക്കേറ്റ് ഷിബു മീരാൻ. ഡോക്ടർ അരുൺകുമാർ, ഇന്ന് യഥാർത്ഥത്തിൽ പൂർത്തിയാവുന്നത് നമുക്കൊക്കെ അറിയാം, കേരളത്തിൻ്റെ വലിയൊരു കാത്തിരിപ്പ് തന്നെയാണ്. അതോടൊപ്പം മലയാളികൾക്ക് അറിയാവുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്ന് നേരം പുലർന്നപ്പോഴല്ല വിഴിഞ്ഞത്തെ പോർട്ട് ഉണ്ടായത്. അതിനു മുമ്പ് നമ്മുടെ പതിറ്റാണ്ടിൻ്റെ പരിശ്രമങ്ങളുണ്ട്. ആ പരിശ്രമങ്ങളെക്കുറിച്ച് നമ്മൾ സത്യസന്ധമായതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഉമ്മൻചാണ്ടിയുടെ UDFൻ്റെ ഒരു കയ്യൊപ്പ് ആർക്കും തേച്ചു മാച്ച് കളയാൻ കഴിയാത്ത വണ്ണം അവിടെ ഉണ്ട്. അതിൻ്റെ എല്ലാ അനുമതികളും തയ്യാറാക്കി അതിന് കല്ലിടുന്നിടത്ത് അക്കാലത്തൊക്കെ എതിർത്ത വലിയ എതിർപ്പുകളുണ്ട്. ഒരടിസ്ഥാനവുമില്ലാത്ത കുറേ ആരോപണങ്ങളുണ്ട്. അതിനൊക്കെ മറികടന്നുകൊണ്ട് അതിന് കല്ലിട്ട് അവിടെ കൗണ്ട് ഡൗൺ ആരംഭിക്കുന്നതിൽ ഉമ്മൻചാണ്ടി എന്ന ഭരണാധികാരി കാണിച്ചിട്ടുള്ള ഇച്ഛാശക്തി അത് കേരളത്തിൻ്റെ സമീപകാല ചരിത്രമാണ്. ഉമ്മൻചാണ്ടിയെ മലയാളിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇതിൻ്റെ പിന്നിലുള്ള UDFൻ്റെ കഠിനാധ്വാനത്തെയും നന്നായി തന്നെ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് നിരാശയൊന്നുമില്ല. കാരണം കുമ്മനടിയിൽ നിന്ന് ചന്ദ്രനടിയിലേക്കുള്ള ഒരു പ്രയാണമാണ് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇപ്പോൾ നടന്നിട്ടുള്ളൊരു കാര്യം. നേരത്തെ കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അന്ന് വിളിക്കാതെയാണ് ഈ BJP പ്രസിഡന്റ് കയറുന്നത്. അന്നാണ് ഈ കുമ്മനടി എന്ന വാക്കുണ്ടായത്. എന്നാൽ ഇന്ന് അവിടെ ആദ്യം എത്തുന്ന അതിഥി BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. അദ്ദേഹം മുദ്രാവാക്യം വിളിക്കുന്നു. പിന്നെ എന്തൊക്കെയാണ് ഇപ്പോൾ റിപ്പോർട്ടർ തന്നെ കാണിച്ചല്ലോ, എന്തൊക്കെയാണ് ഇത്തരം ചടങ്ങുകളിൽ ഒരു ഡെക്കോറവും കീപ്പ് ചെയ്യാത്ത. 2008 ഭീകരാക്രമണം നടക്കുമ്പോൾ ഒബ്രോയ് ഹോട്ടലിനകത്ത് ഈ പാകിസ്ഥാൻ ഭീകരരും ഇന്ത്യൻ സൈന്യവും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ താഴത്ത് നിന്ന് രാഷ്ട്രീയം പറയാൻ മടി കാണിക്കാതിരുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി 26 പേരുടെ ഭൗതിക ശരീരം രാജ്യ തലസ്ഥാനത്ത് നിന്ന് മൂവർണ്ണക്കൊടിയിൽ പൊതിഞ്ഞെടുത്ത് അവരുടെ ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞയക്കുന്ന സന്ദർഭത്തിൽ ബീഹാറിൽ പോയി തെരഞ്ഞെടുപ്പ് റാലിയിൽ നിതീഷ് കുമാറിൻ്റെ കൂടെ കൈകൊട്ടി കളിക്കാൻ മടി കാണിക്കാതിരുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അദ്ദേഹം ഇന്ന് ആ വേദിയിലും അദ്ദേഹം എന്താണോ ചെയ്യേണ്ടിയിരുന്നത് അത് തന്നെയാണ് ചെയ്തത്. ഒരു നിലവാരവുമില്ല ഒരു രാഷ്ട്രീയ പരാമർശം അദ്ദേഹം അവിടെ നടത്തി. അതിനാരും മറുപടി കൊടുത്തില്ല. പോട്ടെ, പറഞ്ഞത് രാഹുൽ ഗാന്ധിയോ കോൺഗ്രസിനെ ആണെന്ന് വിചാരിക്കാം. എന്നാൽ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി ഇതാ
അദാനിയെ പാർട്ട്ണറായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി അവിടെ ചിരിക്കുമ്പോൾ രാജ്യത്തെ ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന ഞങ്ങൾ ഈ കോർപ്പറേറ്റ് മൂലധനത്തിനെതിരാണ് എന്ന് പറയുന്ന അവരുടെ അടിസ്ഥാന രാഷ്ട്രീയത്തെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ പരിഹസിച്ചത്. അതിനെതിരെ ഒരു തിരുത്തു പറയാൻ, അത് ഒന്ന് എഴുന്നേറ്റ് നിന്ന് അങ്ങനെയല്ല എന്ന് പറയാൻ അവിടെ ഏത് നിമിഷവും സംസാരിക്കാൻ അനുവാദമുള്ള ഒരു ഉപക്രമ പ്രസംഗം മുതൽ ഉപസംഹാര പ്രസംഗം വരെ ആ യോഗത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണമുള്ള മുഖ്യമന്ത്രിക്ക് പോലും കഴിഞ്ഞില്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ആ ചടങ്ങല്ല, ഇന്ന് പുലർച്ചെ ഉണ്ടായതല്ല വിഴിഞ്ഞം എന്ന ബോധ്യം കേരളത്തിനുണ്ട്. അവിടെ ഉമ്മൻചാണ്ടിയുടെ കഠിനാധ്വാനം, അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി, ഉമ്മൻചാണ്ടിയുടെ കല്ലിടലിനെയൊക്കെ നമുക്ക് പരിഹസിക്കാം, പക്ഷേ ഉമ്മൻചാണ്ടി എല്ലാ അനുമതിയും വാങ്ങിയിട്ടാണ് അവിടെ കല്ലിട്ട് വിഴിഞ്ഞത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഒരു പ്രാഥമിക അനുമതി പോലും വാങ്ങാതെ കേരളം മുഴുവൻ കുറ്റിയടിച്ചതുപോലത്തെ ഒരു ഏർപ്പാട് ഉമ്മൻചാണ്ടി ചെയ്തിട്ടില്ല. ഇപ്പോൾ കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനം നടക്കുമ്പോൾ അവിടെ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഉയിരോടെ ഇരിക്കുന്ന കാലത്താണ് 90% ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് പണി പൂർത്തിയാക്കിയ കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അന്നും അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ സത്യസന്ധമായി ഇന്ന് കണ്ട കാഴ്ചകൾ മുഴുവൻ അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും കേരളം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചടങ്ങിൽ ഞങ്ങളില്ലാത്തത് കൊണ്ട് വിഴിഞ്ഞത്തിൻ്റെ ക്രെഡിറ്റ് ബുക്കിൽ നിന്ന് ഞങ്ങളുടെ പേര് ആരെങ്കിലും വെട്ടിമാറ്റും എന്ന ഒരാശങ്കയും ഒരു ഭീതിയും ഞങ്ങൾക്കില്ല. എൻ്റെ ചോദ്യം, രാഷ്ട്രീയമായി പ്രതിപക്ഷ നേതാവ് കൂടി ആ വേദിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ചടങ്ങിന് കുറച്ചുകൂടി മിഴിവേകുമായിരുന്നില്ലേ എന്നാണ്. തീർച്ചയായും ആ ചടങ്ങിൻ്റെ മിഴിവ് വർദ്ധിക്കുമായിരുന്നു. പക്ഷേ ഈ രൂപത്തിലുള്ള ഒരു അപമാനിതനായി ഞാൻ പോകേണ്ടതില്ല എന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തീരുമാനിച്ചാൽ നമുക്ക് അദ്ദേഹത്തെ നിർബന്ധിച്ച് പറഞ്ഞയക്കാൻ കഴിയില്ല. രാഷ്ട്രീയമായി വേറെ മുന്നണിയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാഴ്ചപ്പാടുണ്ട്. എൻ്റെ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. കാരണം UDF ഏകോപന സമിതി യോഗം തീരുമാനിച്ചത് ഒരാഴ്ചയ്ക്ക് മുമ്പാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തന്നെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ള പരാതി പറയുന്നത് 2 ദിവസം മുമ്പ് മാത്രമാണ്. UDF ഏകോപന സമിതിയിൽ പങ്കെടുക്കാൻ UDF ചെയർമാൻ എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവ് പോകണമെന്ന് നമുക്കെല്ലാം അറിയാമല്ലോ. അപ്പോൾ ഈ ചടങ്ങ് ബഹിഷ്കരിക്കാൻ അഥവാ താൻ പങ്കെടുക്കുന്നില്ലെന്ന് നേരത്തെ തീരുമാനിച്ചു. ഇപ്പോൾ പറഞ്ഞതൊരു ഒഴിവ് കഴിവ് മാത്രമാണ്. അതല്ലേ വാസ്തവം, അഡ്വക്കേറ്റ് ഷിബു മീരാൻ? അല്ല, ഈ ക്ഷണവുമായി ബന്ധപ്പെട്ട വിവാദത്തിന് 2 ദിവസത്തെ ആയുസല്ല കേട്ടോ. 4-5 ദിവസമായി നമ്മളിത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ വിവാദം ചർച്ച ചെയ്ത് വരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചാൽ അദ്ദേഹം പോകണമെങ്കിൽ അദ്ദേഹത്തിന് ബോധ്യമാവുന്ന രൂപത്തിൽ, അദ്ദേഹത്തിന് വരാൻ കഴിയുന്ന രൂപത്തിലുള്ള ആദരവോടുകൂടിയുള്ള ഒരു ക്ഷണം കിട്ടണം. എനിക്കും അരുൺകുമാറിൻ്റെ ചാനൽ ചർച്ചയിലിരുന്ന് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. പ്രതിപക്ഷ നേതാവിന് ആ ക്ഷണം ബോധ്യപ്പെട്ടിട്ടില്ല, ഞങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടിട്ടില്ല. അതിൻ്റെ പിറകിൽ അവിടെ കാണിച്ചിട്ടുള്ള ഒരു ഉദാസപരമായ ഒരു സമീപനം. MLA-ക്ക് ബോധ്യപ്പെട്ടു, MP-ക്ക് കൊടുത്തു, MP-ക്ക് ബോധ്യപ്പെട്ടു, ബാക്കിയുള്ള അവിടുത്തെ മുഴുവൻ ആളുകൾക്കും ഈ ക്ഷണമൊക്കെ കൊടുത്തു. അതേപോലെ തന്നെയല്ലേ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിലും ഈ ക്ഷണം എത്തിച്ചത്. ആര് സംസാരിക്കണം സംസാരിക്കേണ്ട എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തീരുമാനിക്കുന്നു. ആകെ 3 പേർക്കുള്ള അവസരം മാത്രം പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൊടുക്കുന്നു. അതിൽ സംസ്ഥാന സർക്കാരിന് ഒരു സേയുമില്ല എന്നുള്ളത് താങ്കൾക്കും അറിയാമല്ലോ ഷിബു മീരാൻ. അല്ല, അതാണ് ഞാൻ പറയാൻ വന്നത് ഡോക്ടർ അരുൺകുമാർ. ഇവിടുത്തെ പ്രശ്നം, നമ്മളിപ്പോൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള ഈ ക്ഷണവുമായി ബന്ധപ്പെട്ട വിവാദം കുറച്ച് ദിവസമായിട്ട് നടക്കുകയാണല്ലോ. MLA-യും MP-യും അവിടെ പങ്കെടുക്കുന്നത് യഥാർത്ഥത്തിൽ UDF അനുവദിച്ചിട്ട് തന്നെയാണ്. ഇവിടെ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നതിൽ ഞങ്ങൾക്ക് തുറന്നു പറയാൻ ഒരു മടിയില്ലെന്നേ. ഞങ്ങളുടെ രാഷ്ട്രീയ പ്രതിഷേധമാണ് ഞങ്ങൾ രേഖപ്പെടുത്തുന്നത്. ഉമ്മൻചാണ്ടിയെ മറന്ന്, UDF-നെ മറന്ന്, ഈ അർത്ഥത്തിൽ ഇവരുടെ സർക്കാരിൻ്റെ ഒരു 4ാം വാർഷികാഘോഷമായി LJF അഥവാ ലെഫ്റ്റ് ജനതാ ഫ്രണ്ടിൻ്റെ സംയുക്ത തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയുടെ ഉദ്ഘാടനമായിട്ടൊക്കെ മാറ്റിയാൽ ഞങ്ങൾക്ക് അവിടെ പോകാൻ സൗകര്യമില്ലെന്നേ. അത് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ പോലെ ഞങ്ങളുടെ കാരണങ്ങൾ അത് മനസ്സിലായി. അത് കുറച്ചുകൂടി കൺവിൻസിംഗ് ആണ്. അതായത് ഉമ്മൻചാണ്ടിയെ മറന്ന ഒരു വലിയ ഉദ്ഘാടന മാമാങ്കത്തിൽ പങ്കെടുക്കാൻ തൽക്കാലം താല്പര്യമില്ല. രാഷ്ട്രീയമായ പ്രതിഷേധ സൂചകമായി പ്രതിപക്ഷ നേതാവ് വിട്ടുനിന്നു എന്ന് മനസ്സിലാക്കുന്നു. ഞാൻ വരാം. അനിൽകുമാർ കൂടി നമുക്കൊപ്പം ഉണ്ട്. അഡ്വക്കേറ്റ് അനിൽകുമാർ, ഇത് പ്രതിപക്ഷം ചോദിച്ച ചോദ്യം ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ പോലും ഭയപ്പെടുന്നത് കൊണ്ടാണോ ആ പേര് പോലും ഉദ്ഘാടന വേദിയിൽ പരാമർശിക്കാതെ പോയത് എന്നാണ്. കരുണാകരൻ്റെ കാലത്ത് വിഴിഞ്ഞം തുറമുഖം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാവുകയും ബഹുമാനപ്പെട്ട MP രാഘവൻ അതുമായി ബന്ധപ്പെട്ട് തുറമുഖ മന്ത്രി എന്ന നിലയ്ക്ക് കുറെ മുൻകൈ എടുക്കുകയും ചെയ്തിട്ടില്ലേ? അതിനുശേഷം EK നയനാർ മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോൾ അതിനാവശ്യമായ പഠന പ്രവർത്തനങ്ങൾക്ക് കമ്മീഷനെ വയ്ക്കുകയും അവർ കുറെ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുകയുണ്ടായില്ലേ? പിന്നീട് ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോൾ അതിന് ടെൻഡർ വിളിച്ചു. ടെൻഡർ വിളിക്കുന്നതിലേക്ക് എത്തിയത് അനുമതികളെല്ലാം നേടിക്കൊണ്ടാണ്. എല്ലാ അനുമതി നേടിയാൽ മാത്രമേ ടെൻഡർ വിളിക്കൂ. 2 കമ്പനികൾ മത്സരിച്ചൊരു കമ്പനിക്ക് ടെൻഡർ കിട്ടിയ കമ്പനിക്ക് എന്തോ ചൈനീസ് കമ്പനിയുമായി വിദൂര ബന്ധമുണ്ട് എന്നാരോപിച്ചുകൊണ്ട് അവർക്ക് അനുമതി ആന്റണിയുടെ നേതൃത്വത്തിലുള്ള പ്രതിരോധ മന്ത്രാലയം നിഷേധിച്ചു.
ഇതൊന്നും ചരിത്രത്തിൻ്റെ ഭാഗമല്ലേ? ഇവരൊന്നും ഈ സമൂഹത്തിനകത്ത് മാന്യന്മാരല്ലേ? ഈ മുഖ്യമന്ത്രിമാരെ ആരെ ഓർക്കണ്ടേ? അതുപോലെ തന്നെ ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട കെട്ടിട ഉദ്ഘാടനം ചെയ്തത് VS അച്യുതാനന്ദന. നമ്മളത് മറന്നുപോയോ? ഈ പോർട്ട് നടപ്പാക്കി കിട്ടാൻ എത്രയോ ദീർഘസമരങ്ങൾ ഇടതുപക്ഷം നടത്തിയിട്ടുണ്ട്. വിഴിഞ്ഞം പദ്ധതി ഏറ്റവും വേഗം നടപ്പാക്കണമെന്നാണ് എല്ലാ കാലത്തും LDF ആവശ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഞങ്ങളുടെ തർക്കം എന്തായിരുന്നു? ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ കരാറിനെ കുറിച്ച് തർക്കം, നല്ല തർക്കം ഉണ്ടായിരുന്നു. ആ തർക്കത്തിനകത്ത്, ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ കരാറിനെ സംബന്ധിച്ചുള്ള തർക്കത്തിനകത്ത് C&AGയുടെ റിപ്പോർട്ട് വായിച്ചില്ലേ? ആ C&AGയുടെ റിപ്പോർട്ട് വായിച്ചാൽ സഖാവ് പിണറായി വിജയൻ കടൽക്കൊള്ള എന്ന് പറഞ്ഞത് കൃത്യമാണെന്ന് ബോധ്യപ്പെട്ടില്ലേ? ഇന്ന് ഞങ്ങൾക്കതിൽ കുറ്റബോധമില്ല. ആ പദ്ധതി നടപ്പാക്കിയതിൽ കുറ്റബോധമല്ല, അഭിമാനമാണ് ഉള്ളത്. അതൊന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആ പദ്ധതിയെ ഞങ്ങൾ പൊളിച്ചെഴുതി 40 കൊല്ലം കഴിഞ്ഞ് നമുക്ക് ലഭ്യമാകേണ്ട പല കാര്യങ്ങളും മുൻകൂട്ടി ലഭ്യമാകുന്ന തരത്തിൽ ലാഭ പങ്കാളിത്തം മുൻകൂട്ടിയാക്കി. 2028 പദ്ധതി പൂർത്തിയാകുമെന്ന് പറഞ്ഞാൽ പദ്ധതി പൂർത്തിയാകേണ്ടത് 2040 എത്രയോ കൊല്ലങ്ങൾക്ക് നമ്മൾ പദ്ധതിയെ പൂർത്തിയാക്കുന്നതിലേക്ക് എത്തിച്ചു. അതെല്ലാം പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെയും കേരളത്തിലെ LDF സർക്കാരിൻ്റെയും സ്റ്റേറ്റ്സ്മാൻഷിപ്പാണ്. ഇനി ഉമ്മൻചാണ്ടിയെ ഓർത്തിരുന്നെങ്കിൽ K. സുധാകരൻ വിഴിഞ്ഞത്ത് വിമോചന സമരം പ്രഖ്യാപിക്കുമായിരുന്നു. ഉമ്മൻചാണ്ടിയെ ഓർത്തിരുന്നെങ്കിൽ ആ വിഴിഞ്ഞത്ത് പോയിട്ട് അവിടുത്തെ ക്രെയിൻ ഉദ്ഘാടനം നടത്തിയതിന് ശേഷം അവിടെ പോകേണ്ടിയിരുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിക്കുമായിരുന്നു. ഉമ്മൻചാണ്ടിയെ ഓർത്തിരുന്നെങ്കിൽ ഇത് പിണറായി വിജയന്റെ ധാർഷ്ട്യം, ധിക്കാരം, അഹങ്കാരം ഞങ്ങൾ വെച്ചു പൊറുപ്പിക്കില്ല എന്നിവരാവശ്യപ്പെടുമായിരുന്നു. ഉമ്മൻചാണ്ടിയെ ഓർത്തിരുന്നെങ്കിൽ നിങ്ങൾ അവിടെ യൂജിൻ പെരേര എന്ന് പറയുന്നൊരു വൈദികൻ പിണറായി വിജയനെ പച്ചയ്ക്ക് കത്തിക്കുമെന്ന് പറഞ്ഞപ്പോൾ കൈയടിക്കുമായിരുന്നു. K. മുരളീധരൻ എന്താ പറഞ്ഞത്? വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണം നിർത്തിവെക്കണം. ഇതെല്ലാം ഉമ്മൻചാണ്ടി ഓർത്തുകൊണ്ട് ഞങ്ങൾ ഉമ്മൻചാണ്ടിയെ ആദരിച്ചതാണ് കേരളത്തിലെ UDF എന്നാണോ നിങ്ങൾ കാണുന്നത്? പോലീസ് സ്റ്റേഷൻ കത്തിക്കാൻ ആളെ വിട്ടതെന്തിനാ? എന്തെല്ലാം അനുഭവങ്ങൾ കേരള പോലീസിനുണ്ടായി? ഒരു തരി വെടിവെപ്പ് നടത്തിയാൽ അതിലൂടെ ചോരയൊഴുക്കി വിമോചന സമരത്തിന് വിഴിഞ്ഞത്തെ മറയാക്കി പിണറായി സർക്കാരിൻ്റെ അന്ത്യം കാണാൻ ശ്രമിച്ച ചോര കുടിക്കുന്ന ചെന്നായ്ക്കളാണ് UDF എന്നാണ് തെളിഞ്ഞത്. ആ ചെന്നായ്ക്കൾ ഇന്ന് അവിടുന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ വിഴിഞ്ഞം തുറമുഖം വിശുദ്ധമായി എന്നുള്ളതാണ്. അതുകൊണ്ട് ഏതെങ്കിലും ചെന്നായ്ക്കൾ മാറി നിന്നിട്ടുണ്ടെങ്കിൽ ചോര കുടിയന്മാർ മാറി നിന്നതിനോട് ഒരു തരത്തിലുമുള്ള സഹതാപവും. ഒരൊറ്റ ചോദ്യം, കേരളത്തിലെ ഉമ്മൻചാണ്ടി KV തോമസുമായി അദാനിയെ കണ്ടില്ലായിരുന്നെങ്കിൽ, ഈ മെമ്മോറാണ്ടം ഒപ്പിട്ടില്ലായിരുന്നെങ്കിൽ, അന്ന് ഉമ്മൻചാണ്ടി അദാനിയെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയത് വിശ്വാസയോഗ്യമായി ബോധ്യപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെയൊരു പദ്ധതി നടക്കുമായിരുന്നു? അത് C&AG റിപ്പോർട്ടിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. 90 മുതൽ 105 വരെയുള്ള പേജുകളിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. കരാറ് വെക്കുന്നതിന് മുമ്പ് തന്നെ ചില വിലപേശലുകൾ നടന്നു. നമ്മളൊരു ടെൻഡർ നടപടിയിലേക്ക് പോകുമ്പോൾ വെളിപ്പെടുത്താത്ത ആനുകൂല്യങ്ങൾ ടെൻഡർ നടപടി എടുത്ത ശേഷം, ടെൻഡർ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി ഓഫർ വന്ന ശേഷം അനുവദിച്ചു കൊടുക്കാമോ? VGF എന്ന് പറയുന്നത് ടെൻഡറിന് മുന്നേ കേന്ദ്ര സർക്കാർ സമ്മതിച്ചിരുന്നു. എന്തെല്ലാം കാര്യങ്ങളിലാണ് മറ്റ് ടെൻഡർ പിടിക്കാൻ സാധ്യതയുള്ള അവിടെ താല്പര്യപത്രം കൊടുത്ത 5 കമ്പനികൾക്ക് കിട്ടാതിരുന്ന ആനുകൂല്യം അദാനിയുടെ കമ്പനിക്ക് കിട്ടുമെന്ന് വിഴിഞ്ഞത്തെ C&AG റിപ്പോർട്ട് പറയുന്നുണ്ട്. ഉണ്ട്, ആരുടെയെങ്കിലും ചെവിയിൽ കിന്നാരം ചൊല്ലിയതുകൊണ്ട് കിട്ടിയതല്ല, കേരളത്തെ വിറ്റത് കൊണ്ട് കിട്ടിയതാണ്. ഞങ്ങൾക്കതിൽ തർക്കമുണ്ട്. പക്ഷെ ലാവലിൻ കേസിൽ പിണറായി വിജയനെ കുടുക്കിയിട്ടതുപോലെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മറുതന്ത്രം ചെയ്തേക്കാം, പ്രതികാരം ചെയ്തേക്കാം. അല്ല, കേരളത്തിന് വേണ്ടി പദ്ധതി നടപ്പാക്കാൻ പിണറായി വിജയൻ പരിശ്രമിച്ചു എന്ന് മാത്രമല്ല, അദാനി പാർട്ട്ണറാണ്. ഞാൻ ചോദിക്കുന്ന, അദാനിയെ പാർട്ട്ണറാക്കിയത് പിണറായി വിജയൻ ഗവൺമെൻറ്റാണോ, VN വാസവനാണോ, അതോ ഉമ്മൻചാണ്ടി സർക്കാരാണോ? അരുൺ മാധ്യമപ്രവർത്തകൻ മാത്രമല്ല, നിയമം അറിയാവുന്ന ഒരാളില്ലേ? നിങ്ങളൊരു കരാറിനകത്ത് അദാനി എന്ന് പറയുന്നത് PPP മോഡൽ, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്നാണ്. PPPയുടെ അർത്ഥമറിയാത്ത ആളുകളാണോ കേരളത്തിലെ UDFകാർ? ഈ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ ആൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലല്ലോ. ആരെങ്കിലും പറഞ്ഞു കൊടുത്താലേ ഇംഗ്ലീഷ് എന്താണെന്ന് മനസ്സിലാവൂ. ആരാ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത് ഈ കാര്യം? PPP മോഡൽ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പാണ്. പാർട്ട്ണർ എന്ന് പറയുന്നത് 2015 അദാനിക്ക് ഉമ്മൻചാണ്ടി സർക്കാർ കൽപ്പിച്ചു കൊടുത്ത സ്ഥാനമാണ്. ആ സ്ഥാനം മാറ്റാൻ നിങ്ങൾക്ക് കാര്യമുണ്ടോ?
നിങ്ങളൊരു കെട്ടിടം പണിയുമ്പോൾ ഒരാൾക്ക് ടെൻഡർ വിളിച്ചു കൊടുത്തു, കരാറുകാരൻ കെട്ടിടം അവിടെ കയറി താമസം കഴിഞ്ഞാൽ കരാറുകാരൻ്റെ പണിക്ക് പോകും. ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞാൽ അദാനി വീട്ടിൽ പോയില്ല. കാരണം എന്താണ്? അദാനി പാർട്ട്ണറാണ്. അദാനിയെ പാർട്ട്ണറാക്കിയ കോൺഗ്രസ്സുകാരനില്ലാത്ത കുഴപ്പം എന്തായി? ആ സത്യം വിളിച്ചു പറഞ്ഞ ഒരു മന്ത്രിക്കുണ്ടോ? അതുകൊണ്ട് സഖാവ് വി എൻ വാസവൻ 2015 ഉമ്മൻചാണ്ടി കരാറിനെ ഓർപ്പിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ അദാനിയെ പങ്കാളിയാക്കി, ആ പാർട്ട്ണർ. ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, നരേന്ദ്രമോദി ആരെയാ ട്രോൾ ചെയ്ത്? ആർക്ക് വിഷമുണ്ടാവുമെന്നാണ് പറഞ്ഞത്? രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു കൂട്ടുകച്ചവടത്തിലല്ലേ അദാനി, അംബാനി, അദാനി, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ, ഈ കൂട്ടുകച്ചവടത്തിലെ കരാറുണ്ടായത്. കരാറുണ്ടാക്കി കഴിഞ്ഞ് പിന്നെ അദാനിയെ തെറി പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി നടക്കുക. അതിനാണ് നരേന്ദ്രമോദി മുഖ്യമന്ത്രിയുടെ മുന്നിൽ വെച്ച് ഇന്ത്യ മുന്നണിയെയും ഇന്ത്യ മുന്നണിയുടെ നേതാക്കളെയും അപഹസിച്ചതിന് എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല മുഖ്യമന്ത്രി എന്നാണ് ഇന്ന് KC വേണുഗോപാൽ ചോദിച്ചത്. ആ സമയത്ത് മൈക്കെടുത്ത് പറയാമായിരുന്നില്ലേ? സ്വന്തം സുഹൃത്തിനെ കണ്ടപ്പോ എതിർപ്പ് മറന്നുപോയോ എന്നാണ് ചോദ്യം. ഇന്ത്യ മുന്നണിയുടെ നേതാവാരാണ്? എനിക്ക് മനസ്സിലായില്ല. ഏത് നേതാവിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്? ഏത് നേതാവിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്? ഈ പ്രധാനമന്ത്രി പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയില്ല. ചിലർക്ക് രാഹുൽ ഗാന്ധിയെ കുറിച്ചും സോണിയാഗാന്ധിയെ കുറിച്ചും ആയിരിക്കുമല്ലോ. ആയിരിക്കും, നമുക്കറിയില്ലല്ലോ. പക്ഷേ അതങ്ങനെ പറയുന്നത് ശരിയാണ്. തൊട്ടപ്പുറത്തിരിക്കുന്നു. ഇത് കാണുമ്പോൾ ചിലർക്ക് ഉറക്കം നഷ്ടപ്പെടുമെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി അത് തിരുത്തണ്ടേ എന്നാണ് ചോദ്യം. ഇതൊരു രാഷ്ട്രീയം പറയാനുള്ള സമയമാകരുത്, അങ്ങനെ പറയരുത് എന്ന് പറയുന്നതല്ലേ എന്നതാണ് ചോദ്യം. മുഖ്യമന്ത്രിക്ക് തിരുത്താൻ ബാധ്യതയില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് BJPയെ പരാജയപ്പെടുത്താൻ മാത്രമാണ്. എന്നാൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കോർപ്പറേറ്റ് രാഷ്ട്രീയമാണ്. അദാനിയും അംബാനിയും ഒക്കെ എണ്ണിത്തന്ന ഇലക്ട്രൽ ബോണ്ട് വാങ്ങി വിഴുങ്ങിയവരാണ് കോൺഗ്രസും BJPയും. ഈ കൂട്ടുകച്ചവടമാണ്. ഈ കൂട്ടുകച്ചവടത്തിനകത്ത് അംബാനിക്കൊപ്പം അല്ലെങ്കിൽ അദാനിക്കൊപ്പം നിന്നവരാണ് മോദിയും രാഹുൽ ഗാന്ധിയും. ആ കൂട്ടുകച്ചവടം നടത്തിയ നമ്മൾ മൂന്നാളൂടെ കൂട്ടുകച്ചവടം നടത്തിയിട്ട് നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ അദാനിയെ കുറ്റപ്പെടുത്തുന്നത്? അദാനിക്ക് വേണ്ടിയാണ് മോദി ചോദിക്കുന്നത്. അത് അവർ തമ്മിൽ തീർത്താൽ മതി. ഞങ്ങൾ കക്ഷിയല്ല. പാർട്ണറാണെന്ന് പറയുന്നത് പോരാഞ്ഞ് സ്വന്തം ഇന്ത്യ മുന്നണിയിലെ നേതാക്കളെ കുറിച്ച് പറയുമ്പോൾ മൗനം പാലിക്കുന്നു എന്നതാണ് കോൺഗ്രസിന്റെ ആക്ഷേപം. അദാനിയെ വിഴിഞ്ഞത്തെ അടുക്കളക്കാരെന്ന് വിളിക്കണോ? അദാനി പിന്നെ എന്നെ വിളിക്കേണ്ടത്? അങ്ങൊരു പേര് പറഞ്ഞു തരും, ഞാൻ വിളിച്ചേക്കാം. ഞങ്ങൾ മാപ്പ് പറഞ്ഞേക്കാം, എന്നിട്ട് വിളിക്കാം. എന്ത് പേര് പറയണമെന്ന് അങ്ങ് പറയൂ. അങ്ങയുടെ പണ്ഡിത ജ്ഞാനം ഉപയോഗിച്ച് PPP മോഡലിൽ പ്രൈവറ്റ് കോൺഗ്രസിന്റെ വാദവും പ്രധാനമന്ത്രിയുടെ പരാമർശവും ചോദിക്കുന്നേ ഉള്ളൂ. അപ്പൊ ആ കോൺഗ്രസിന്റെ കുറ്റബോധമാണിത്. എന്താ കാരണം? 2015 പാപപങ്കിലമായ ഒരു കരാറുണ്ടാക്കി. ആ പാപപങ്കിലമായ കരാർ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി വരികയും LDF അതിന്റെ ആർബിട്രേഷൻ ക്ലോസ് ഉപയോഗിച്ചുകൊണ്ട് അദാനിയെ കൊണ്ട് തന്നെ തിരുത്തിക്കുകയും ചെയ്തിരിക്കുന്നു. അതിന് പിണറായി വിജയനെ അഭിനന്ദിക്കുന്നതിന് പകരം കൊതുക്കറും പറഞ്ഞ് ഛർദ്ദിച്ച് വഴിയെ നടക്കുന്ന കോൺഗ്രസ് എന്ന് പറയുന്നത് കേരളത്തിനെതിരാണ്. ഒരു നിമിഷം, ഞാൻ അടുത്ത വാദം എനിക്കൊന്ന് അടുത്ത ഘട്ടത്തിലാകാം. അഡ്വക്കേറ്റ് അനിൽകുമാർ, വിഴിഞ്ഞത്തെ ഉദ്ഘാടന വേദി എന്നാണ് ചോദ്യം. അതിഥികളായി നമുക്കൊപ്പം CPM പ്രതിനിധി അഡ്വക്കേറ്റ് K അനിൽകുമാർ, UDF പ്രതിനിധി അഡ്വക്കേറ്റ് ഷിബു മീരാൻ, BJP പ്രതിനിധി യുവരാജ് ഗോകുൽ, ALAS ജോൺ, വിഴിഞ്ഞം മദർ പോർട്ട് ആക്ഷൻ കൗൺസിൽ അംഗം ചേരുന്നു. ഞാൻ യുവരാജ് ഗോകുലിലേക്ക് പോകുന്നു. യുവരാജ് ഗോകുൽ, മെട്രോ ഉദ്ഘാടനം ചെയ്ത സമയത്ത് കുമ്മനം രാജശേഖരൻ ക്ഷണിക്കാതെ മെട്രോയിൽ വന്ന് കയറിയത് വലിയ ട്രോളും വിവാദവും ഒക്കെ ആയി മാറിയിരുന്നു. ഇപ്പോൾ ഇതാ രാജീവ് ചന്ദ്രശേഖർ ക്ഷണിച്ചിട്ടാണെങ്കിൽ പോലും മന്ത്രിമാരും മറ്റുള്ളവരും സദസ്സിലിരിക്കുന്ന സമയത്ത് വേദിയിലിരുന്നതും ഒരു പ്രധാനപ്പെട്ട വാർത്തയും ട്രോളും ഒക്കെയായി മാറുകയാണ്. അതവിടെ നിൽക്കട്ടെ ഒരു ഭാഗത്ത്. അതിനെന്താണ് ഒരു BJP പ്രതിനിധി എന്ന നിലയിൽ താങ്കളുടെ പ്രതികരണമെന്നറിയാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. അത്ര വലിയ തിടുക്കം സംസ്ഥാനത്തെ BJP അധ്യക്ഷൻ കാണിക്കേണ്ടിയിരുന്നു. മറ്റുള്ള മന്ത്രിമാരൊക്കെ വരുന്ന ഘട്ടത്തിൽ അവിടെ പോയി ഇരിക്കുന്നതായിരുന്നില്ലേ ഒരു ഭംഗി എന്നൊരു ചോദ്യമുണ്ട്. അതിനുള്ള താങ്കളുടെ പ്രതികരണം എനിക്കറിയണം. അതോടൊപ്പം ഇന്ന് പ്രധാനമന്ത്രി ഈ വിഴിഞ്ഞം പോലൊരു ചടങ്ങിനെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയത് ശരിയാണോ യുവരാജ് ഗോകുൽ?
അല്ല, ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർ വേദിയിൽ നേരത്തെ എത്തി എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഈ മന്ത്രിമാരാകട്ടെ, ജനപ്രതിനിധികളാകട്ടെ, രാഷ്ട്രീയ പ്രവർത്തകരാകട്ടെ വേദികളിൽ വൈകി എത്തുന്നു എന്നുള്ളതാണ് പരാതി. ആദ്യമായിട്ടാണ് ഒരാൾ നേരത്തെ എത്തി എന്നുള്ളതൊരു പരാതിയൊക്കെ ആയിട്ട് മാറുന്നത്. അത്രയും ഉത്തരവാദിത്വ ബോധമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകരാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹം കുറച്ച് നേരത്തെ എത്തി. അദ്ദേഹത്തിന്റെ പേരെഴുതിയ കസേരയിലാണല്ലോ പോയിരുന്നത്. അദ്ദേഹത്തിന് ക്ഷണമുള്ളയിടത്ത്, അദ്ദേഹത്തിന് ക്ഷണമുള്ള കസേരയിൽ, അദ്ദേഹത്തിന്റെ പേരെഴുതിയ കസേരയിലാണ് പോയിരുന്നത്. അതിപ്പോ നേരത്തെ ഇരുന്നോ വൈകിയിരുന്നോ അതിലൊന്നും വലിയ കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ രാഷ്ട്രീയത്തിലെ സോഷ്യൽ മീഡിയ ട്രോൾ പേജുകൾ മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം നമ്മൾ കേട്ടിരുന്നു. അതൊക്കെ അല്പത്തരമാണ് എന്നാണ് പറഞ്ഞത്. അല്ല, അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ അമ്മായിയമ്മയൊക്കെ എവിടെയൊക്കെ പോയിരിക്കുന്നുണ്ട് ഈ പറയുന്ന മുഖ്യമന്ത്രിക്കൊപ്പം. അപ്പൊ അതൊക്കെ അല്പത്തരമല്ലേ? അപ്പൊ ആദ്യം അദ്ദേഹം സ്വന്തം കാലിലെ മന്ത് എടുത്ത് കളഞ്ഞിട്ട് മറ്റുള്ളവരുടെ വിരലിലെ മന്ത് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതം എന്നാണ് എനിക്ക് ആ വിഷയത്തിനകത്ത് പറയാനുള്ളത്. മുഹമ്മദ് റിയാസ് ആദ്യം സ്വന്തം കണ്ണിലെ കോലെടുത്ത് മാറ്റൂ, അതിനുശേഷം മറ്റുള്ളവരുടെ കണ്ണിലെ കണ്ണിനെ കുറിച്ചിട്ടൊക്കെ പറയാം. രണ്ടാമത്തെ അങ്ങയുടെ ചോദ്യം എന്ന് പറഞ്ഞത് അത് പ്രധാനമന്ത്രി അത് രാഷ്ട്രീയമാക്കി മാറ്റിയോ എന്നുള്ളതാണ്. അതാണ് പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ അരുൺകുമാർ, പ്രധാനമന്ത്രി എന്നതിനകത്ത് ഒരു മുന്നണി രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം കേവലം ഒരു രാഷ്ട്രീയത്തിലേക്കല്ല പോയിരിക്കുന്നത്. കാലങ്ങളായിട്ട് ഭാരതത്തിൽ വികസന പ്രോജക്ടുകൾ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇടങ്കോലിടുന്നതായിട്ടുള്ള ഒരു രീതി കുറച്ചു കാലമായിട്ട് നടന്നു വരുന്നുണ്ട്. നമുക്കറിയാം 2024 തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചിട്ടുള്ള പ്രതിപക്ഷ മുന്നണിയുടെ INDI മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞത് എന്ത് പറഞ്ഞാലും അദാനി 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 എന്ന് തന്നെ പറയുക. ഇപ്പൊ ഹിൻഡൻബർഗിനെ ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ മൊസാദിന്റെ ഒരു റിപ്പോർട്ട് തന്നെ കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന പാകിസ്ഥാൻ പഹൽഗാം ഇഷ്യൂവിന്റെ നടുക്കത് വന്നതുകൊണ്ടാണ് അത് അധികം ചർച്ച ചെയ്യപ്പെടാതെ പോയത്. സാം പിട്രോഡെ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഹിൻഡൻബർഗുമായിട്ട് എങ്ങനെ ബാക്ക് ടേബിൾ ചർച്ചകൾ നടത്തിയെന്നും അദാനിയെ ടാർഗറ്റ് ചെയ്യാൻ ഇന്ത്യൻ വ്യവസായി എങ്ങനെ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്ത് പറഞ്ഞാൽ അദാനി അദാനി എന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു നേതൃത്വത്തോട്, പ്രതിപക്ഷത്തോട് തന്നെ പറഞ്ഞാണ്, നിങ്ങളുടെ മുന്നണിയിലെ പ്രധാനപ്പെട്ട രണ്ടാൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഒന്ന് ശ്രീ പിണറായി വിജയൻ ഇരിക്കുന്നുണ്ട്, കേരളത്തിന്റെ മുഖ്യമന്ത്രി, നിങ്ങളുടെ മുന്നണിയിലെ പ്രധാനപ്പെട്ട ആളാണ്. നിങ്ങളുടെ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിലെ തന്നെ നേതാവാണ് ശ്രീ ശശി തരൂർ എന്ന് പറയുന്ന അവരുടെ മുന്നണിയിലെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. അവർ രണ്ടുപേരും ഇരിക്കുന്നു. ഇടതുപക്ഷത്തിന്റെ ഒരു മന്ത്രി, തുറമുഖ മന്ത്രി വന്നിട്ട് പറയുകയാണ് ഞങ്ങളുടെ പാർട്ണറായിട്ടുള്ള അദാനി എന്ന് പറയുന്നുണ്ട്. മോദിജി തന്നെ ആദ്യം പറഞ്ഞു ഗുജറാത്തിൽ അങ്ങ് പണിഞ്ഞിരിക്കുന്ന പോർട്ടിനേക്കാൾ വളരെ വിശാലവും ഗംഭീരമാണ് വിഴിഞ്ഞത്ത് പണിഞ്ഞിരിക്കുന്ന പോർട്ട് എന്ന് സരസമായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്തു ആ വിഷയങ്ങളെ കുറിച്ചിട്ട്. അപ്പൊ അദ്ദേഹം അവിടെ പറയാൻ ശ്രമിച്ചത് രാഷ്ട്രീയമല്ല, പകരം വികസനമാണ് എന്നുള്ളതാണ്. കാരണം എല്ലാ സംസ്ഥാനങ്ങളും അതെ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതെ, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് വികസനത്തിന്റെ കാര്യത്തിൽ ഒരുമിച്ച് വരണമെന്നും അങ്ങനെ ഒരുമിച്ച് വന്നു കഴിയുമ്പോൾ വിഴിഞ്ഞം പോലുള്ള സ്വപ്നതുല്യമായ പ്രോജക്ടുകൾ ഇന്ത്യയിലെമ്പാടും എല്ലാ സംസ്ഥാനങ്ങളും രാഷ്ട്രീയ ഭേദമന്യേ നടപ്പിലാകും എന്നുള്ള ഒരു ആംഗിളാണ് അദ്ദേഹം അവിടെ പറയുവാൻ ശ്രമിച്ചത്. അതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അപ്പോഴും എൻ്റെ ഒരു ചോദ്യം ഇതാണ്, നേരത്തെ അനിൽകുമാർ ചോദിച്ച ചോദ്യം, അതിന് തോമസ് ഐസക്കും ചോദിക്കുന്നുണ്ട്. ഇതിൽ പാർട്ട്ണറാണ് എന്ന് വിശേഷിപ്പിച്ചതിനെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി പാർട്ട്ണറായിട്ടല്ലാതെ എങ്ങനെയാണ് ഈ പ്രോജക്റ്റിൽ അദാനിയെ വിശേഷിപ്പിക്കാൻ കഴിയുക? പാർട്ട്ണറാക്കിയത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണോ? ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണോ? UDFിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാർ 2014 ഈ കരാർ എഴുതിയുണ്ടാക്കുന്ന സമയത്ത് ഒക്ടോബർ മാസത്തിൽ PPP മോഡലിൽ പാർട്ട്ണറായി നിശ്ചയിച്ചത് കോൺഗ്രസ് ആണ്. അപ്പോൾ പാർട്ട്ണർ എന്നല്ലാതെ പിന്നെ എന്താണ് വിശേഷിപ്പിക്കാൻ കഴിയുക? അതിലെന്താണ് ഇത്ര വലിയ ആശ്ചര്യം? അതൊരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി പാർട്ട്ണർ എന്ന് വിശേഷിപ്പിച്ചതിനെക്കുറിച്ച് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് യുവരാജ് ഗോകുൽ? അല്ല, തീർച്ചയായിട്ടും അദ്ദേഹം അതിനെ വിമർശിച്ചിട്ടില്ലല്ലോ ഒരിക്കലും. അദ്ദേഹം വിമർശിച്ചിട്ടുമില്ല, അദ്ദേഹം അതിനെ പരിഹസിച്ചിട്ടുമില്ല. അദ്ദേഹം മാറിയ ഭാരതം ഇങ്ങനെയാണ്, വികസനത്തിന്റെ ഭാരതം ഇങ്ങനെയാണ് എന്നുള്ളൊരു പോയിന്റ് മാത്രമാണ് അദ്ദേഹം അവിടെ പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. അദ്ദേഹം ഈ മന്ത്രി ഇങ്ങനെ പറയുന്നുണ്ട്, മോശമായി പോയി, നിങ്ങളല്ലല്ലോ പണ്ട് ഇങ്ങനെ, അങ്ങനൊന്നും അല്ലല്ലോ അദ്ദേഹം പറഞ്ഞ. അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി ഇവിടെ വന്നിട്ട് എന്താണ് അദാനി തങ്ങളുടെ പാർട്ട്ണറാണ് എന്ന് പറയുന്നുണ്ട്. സമയത്ത് പലതിനോടും എതിർപ്പുണ്ട്. ഉദാഹരണത്തിന് ഇതേ സമയത്ത് തന്നെയല്ലേ തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ അദാനി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ഈ സർക്കാർ എതിർപ്പറിയിച്ചത്, സർക്കാർ ഏറ്റെടുക്കാമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. അപ്പോൾ അദാനിയെ പാർട്ണറാക്കിയിട്ടില്ല സർക്കാർ, ഈ പദ്ധതിയുടെ പാർട്ണറാക്കിയത് കോൺഗ്രസ് ആണ്. അപ്പോൾ കോൺഗ്രസ് പാർട്ണറാക്കിയ വിഷയത്തിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിക്ക് എന്താണ് ഉത്തരവാദിത്വം? ശ്രീ അരുൺകുമാർ, ഇതിനകത്ത് കോൺഗ്രസ് പാർട്ടാക്കിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടാക്കിയോ എന്നുള്ളതല്ല. 91 ശ്രീ MV രാഘവൻ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോ മുതല്
പല കാരണങ്ങളാൽ പെൻഡിങ്ങിൽ പോയിരുന്നൊരു പ്രോജക്റ്റ് 24 വർഷങ്ങൾക്ക് ശേഷം 2015 അത് ആരംഭിക്കുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ ഓഖി ഉണ്ടായി, പ്രളയം ഉണ്ടായി, കോവിഡ് ഉണ്ടായി, ഇതെല്ലാം മറികടന്ന് ഇവിടം വരെ എത്തി നിൽക്കുന്നതാണ്. ആ എത്തി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? വളരെ എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി അതിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും അതുമായിട്ട് മുമ്പോട്ട് പോവുകയും ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിക്ക് പോലും തങ്ങളുടെ ഒരു പാർട്ട്ണറായിട്ട് ഇദ്ദേഹം വരികയും അത് വലിയ വിജയമായിട്ട് മാറുകയും ആ വിജയമായിട്ട് മാറിയതിന് തങ്ങളുടെ സർക്കാരിന്റെ ഉൾപ്പെടെ നേട്ടമായിട്ട് പൊതുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടി വരുന്നതുമായിട്ടുള്ള ഒരു സിനാറിയോ ഉണ്ട്. ഞാൻ പറയുന്ന ആ ഒരു സിനാറിയോ ആണ്. അതിപ്പോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഗതികേടാണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കുഴപ്പമാണെന്നോ ഒന്നും അല്ല. എന്തെങ്കിലും ഒരു സാധനം വർക്കാവുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എല്ലാവർക്കും അനുകരണീയമായിട്ടുള്ള മാതൃകകളാണ്. അപ്പൊ ഇന്ത്യ ഒട്ടുക്ക് നടന്നിട്ട് ഏതെങ്കിലുമൊക്കെ വ്യക്തികൾക്ക് നേരെ എതിരായിട്ട് ഇത്തരത്തിലുള്ള കുത്തക മുതലാളിയാണ്, ബൂർഷയാണ്, അതാണ് ഇതാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതിന് പകരം കേരളത്തിൽ ഈ ഒരു മോഡൽ വളരെ ഭംഗിയായിട്ട് വിജയിച്ചിട്ടുണ്ട്. അത് കണ്ടുപഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പ്രതിപക്ഷത്തോട് പറയുന്ന ഒരു സാഹചര്യം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ യുവരാജ് അനാവശ്യമായിട്ട് രാഷ്ട്രീയം നമ്മൾ കാണേണ്ട കാര്യമില്ലല്ലോ. അതിനകത്ത് അദ്ദേഹം വികസനം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അവിടെയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ആ രാഷ്ട്രീയ വിവാദത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ അപ്പോഴും അടിസ്ഥാനമായ ചോദ്യം നിൽക്കുന്നു. നമ്മുടെ രാജ്യത്ത് 71 BGF പ്രോജക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ 70 പ്രോജക്റ്റുകൾക്കും സർക്കാർ പണം നൽകിയത് ഗ്രാൻഡായിട്ടാണ്, ലോണായിട്ടല്ല. എന്നാൽ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ മാത്രം അത് ലോണായിട്ട് നൽകുന്നു. NBPയിൽ 10,000 മുതൽ 12,000 കോടി വരെ സംസ്ഥാനത്തെ ഖജനാവിന് നഷ്ടമുണ്ടാക്കുന്ന രീതിയിൽ അതൊരു ലോൺ ആയി, വായ്പയായി കേരളത്തിന് കൊടുക്കുന്നു. നമ്മുടെ നിവൃത്തികേട് കൊണ്ട് അത് വായ്പയായിട്ട് എടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പ്രധാനമന്ത്രി വന്നിത് ഉദ്ഘാടനം ചെയ്ത് പോകുമ്പോൾ കേരളത്തിലെ BJP സംസ്ഥാന അധ്യക്ഷൻ ഉദ്ഘാടന ചടങ്ങിൽ നേരത്തെ നിശ്ചയിച്ചതിനും ഒരുപാട് നേരത്തെ വേദിയിൽ വന്നിരിക്കുമ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കും. കേന്ദ്രം എന്തു തന്നിട്ടാണ് കേന്ദ്രത്തിന് ഇതിന് ക്രെഡിറ്റ് എടുക്കാൻ കഴിയുന്നത്? BJPക്ക് ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ കഴിയുന്നത്? നരേന്ദ്രമോദി കൊണ്ടുവന്ന വികസനം എന്ന് പറയാൻ കഴിയുന്നത്? ₹1 വായ്പയല്ലാതെ ഗ്രാന്റ് ഇനത്തിൽ ഈ പദ്ധതിയിൽ കേന്ദ്രം മുടക്കിയിട്ടുണ്ടോ യുവരാജ്? അല്ല, അതിനകത്ത് എനിക്കൊരു അല്പം വിശദമായിട്ട് തന്നെ ഉത്തരം പറയേണ്ടതുണ്ട് ശ്രീ അരുൺകുമാർ. ഒന്നെന്ന് പറഞ്ഞത്, ഈ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് 820 കോടി രൂപ കേന്ദ്രം തന്നു. അത് വായ്പയായിട്ടാണ് തന്നത്. ഇത് വായ്പയായിട്ട് തന്നെയല്ലേ കേരളം അങ്ങോട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്? അല്ല എന്ന് അങ്ങേക്ക് അഭിപ്രായമുണ്ടോ? നമ്മൾ കണ്ടിരിക്കുന്ന ഡോക്യുമെന്റുകളിൽ മുഴുവനും അയച്ചിരിക്കുന്ന കത്തിൽ തൂത്തുക്കുടിയെ സ്പെഷ്യലായി മെൻഷൻ ചെയ്തുകൊണ്ട് വളരെ വിശദമായി അയച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ കത്തിന്റെ കൈവശമുണ്ട്. അതിൽ പറയുന്നുണ്ട് അത് ലോണായിട്ട് തന്നെ അനുവദിക്കണം. ശരി, ഞാൻ മറുപടി പറയാം. ഞാനതിന് മറുപടി പറയാല്ലേ, ഞാൻ തൂത്തുക്കുടിയിലേക്ക് തന്നെയാണ് വരുന്നത്. ഞാനത് പറയട്ടെ. ഇതിനകത്ത് തുടക്കത്തിൽ അത് ആവശ്യപ്പെട്ടിരുന്നത് ലോണായിട്ടാണ്. തൂത്തുക്കുടിയെ മെൻഷൻ ചെയ്ത് പറഞ്ഞിരിക്കുന്നതിന്റെ മറുപടി കൃത്യമായിട്ട് പാർലമെന്റിനകത്ത് സർബാനന്ദ സോണോവാല് വളരെ ഭംഗിയായിട്ട് തന്നെ അതിനകത്ത് മറുപടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തൂത്തുക്കുടി പോർട്ട് എന്ന് പറയുന്നത് VO ചിദംബനാർ VOC പോർട്ട് അതോറിറ്റിയാണ് കൈകാര്യം ചെയ്യുന്നത്. VOC പോർട്ട് അതോറിറ്റി എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ തന്നെ ഓട്ടോണമസ് അധികാരമുള്ള ഒരു ബോഡിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ ബോഡി ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു പോർട്ട് എന്ന് പറയുമ്പോൾ ആ പോർട്ടിന്റെ റവന്യൂ നേരിട്ട് വരുന്നത് കേന്ദ്ര സർക്കാരിലേക്ക് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് തൂത്തുക്കുടി പോർട്ടിന് ഗ്രാന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ അദാനിക്കും സ്റ്റേറ്റ് ഗവൺമെന്റിനുമാണ് ഫുൾ സ്റ്റേക്ക് കിടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കേന്ദ്രം ഒരു പൈസ VGF ആയിട്ട് തരുന്ന സമയത്ത് അത് നിങ്ങളുടെ പോർട്ട് ഫംഗ്ഷനായി ഒരു പർട്ടിക്കുലർ കാലഘട്ടം കഴിയുന്ന സമയത്ത് അത് കുറേശ്ശെയായിട്ട് 10-15 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചടയ്ക്കണം എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ കേന്ദ്രമായിരുന്നാലും ശരി തന്നെയാണ്, സംസ്ഥാനമായിരുന്നാലും ശരി തന്നെയാണ്. ₹1 എടുത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ജനങ്ങളുടെ പൈസയാണ് കൊടുക്കുന്നത്. ആ കൊടുക്കുന്ന പൈസ തിരിച്ച് വാങ്ങിക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്തമുള്ള സർക്കാരിന്റെ പണി തന്നെയാണ്. ഇവിടെ ഈ പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാരിന് കസ്റ്റംസ് ഡ്യൂട്ടി ഇനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് പ്രതിവർഷം മിനിമം 6,000 കോടി രൂപ കിട്ടുമെന്നുള്ളതാണ്. അവിടെയാണോ ഈ 817 കോടി രൂപ നമുക്ക് വായ്പയായി നൽകുന്നത്? അരുണെ, കസ്റ്റംസ് ഡ്യൂട്ടിയൊക്കെ മറ്റൊരു വശമാണ്. ഒരു പോർട്ടിന്റെ ഓപ്പറേഷണൽ കോസ്റ്റിനകത്ത് ഡയറക്ട്ലി വരുന്ന റവന്യൂ ആണല്ലോ എപ്പോഴും എല്ലാ സർക്കാരുകളും കണക്കാക്കുന്നത്. കസ്റ്റംസ് ഡ്യൂട്ടിയുടെ കാര്യത്തിനകത്ത് സ്വാഭാവികമായിട്ട് നമ്മളൊരു വസ്തു വാങ്ങിയാലോ വിറ്റാലോ എന്ത് സംഭവിച്ചിരുന്നാലും അതിന്റെ ഒരു ഷെയർ സ്റ്റേറ്റ് ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റിനും പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോർട്ടിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന പൈസക്കകത്ത് 10-15 വർഷങ്ങൾക്ക് ശേഷം ഇത്ര രൂപ തിരിച്ച് അടയ്ക്കണം. അത് കേന്ദ്ര ഗവൺമെന്റിലേക്കല്ലേ തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്, മറ്റൊന്നിനും അല്ലല്ലോ. പിന്നെ ഞാനൊന്ന് ചോദിച്ചോട്ടെ അരുണെ,
11, 12, 14 വരെയുള്ള കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. ഇവിടെ അതിനു മുമ്പ് ഈ പറയുന്ന ടെൻഡർ നേടിയ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ, വെൽസ്പൺ ഗ്രൂപ്പ് എന്നാണ് ആ ഗ്രൂപ്പിന്റെ പേരെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരൊരു 500 കോടി രൂപ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ചോദിച്ചിരുന്നല്ലോ. കൊടുക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും തയ്യാറായോ? അന്നത്തെ കേന്ദ്ര സർക്കാർ തയ്യാറായോ? അവസാനം സ്റ്റേറ്റും ഈ വെൽസ്പൺ ഗ്രൂപ്പും കൂടി ചർച്ച നടത്തിയിട്ട് 400 കോടിയെങ്കിലും തരാൻ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയില്ല. അന്ന് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആരും തയ്യാറായില്ലല്ലോ. അപ്പോൾ 2015 ശേഷം നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമല്ലേ ഈ തുക കൊടുക്കാമെന്നുള്ള തലത്തിലേക്ക് പറയുന്നത്. അപ്പോൾ അങ്ങ് ചോദിച്ച ചോദ്യം പ്രധാനമായിട്ട് തൂത്തുക്കുടി പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. തൂത്തുക്കുടി പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആ വിഷയത്തിനകത്ത് എന്തുകൊണ്ട് അത് ഗ്രാൻഡായിട്ട് കൊടുത്തു എന്നും വിഴിഞ്ഞം പോർട്ടിലേക്ക് അത് എന്തുകൊണ്ട് ലോണായിട്ട് വന്നു എന്നുള്ളതിനകത്തും ഗവൺമെന്റ് കൃത്യമായിട്ട് പാർലമെന്റിനകത്ത് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പോർട്ട് ഒരു സ്ഥലത്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമല്ലല്ലോ അവിടെ സംഭവിക്കുന്നത്. അതിന്റെ ചുറ്റും ഇൻഫ്രാസ്ട്രക്ചർ ഒരുപാട് ഡെവലപ്പ് ചെയ്യണ്ടേ? റെയിൽ കോറിഡോർ വികസിത ഭാരതത്തിന്റെ വികസിത കേരളത്തിന്റേതാണ് ഈ പോർട്ട് എന്ന് നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് നിങ്ങളുടെ മുടക്ക്? അത് പറയൂ. ഞങ്ങളുടെ മുടക്ക് എന്ന് പറയാം. ഞാൻ അതിലേക്ക് കംപ്ലീറ്റ് ആയിട്ടാണ് ഞാൻ അതിനകത്ത് മൊത്തത്തിൽ വരാം. ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഒന്നെന്ന് പറയുന്നത് 91 മുതൽ തുടങ്ങിയ ഈ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എത്ര തവണയാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ ക്ലിയറൻസിന് വേണ്ടിയിട്ട് പോയത്? 2004 മുതൽ 2008 വരെ ഇടതുപക്ഷം കൂടി പിന്തുണ കൊടുത്തിരുന്ന സർക്കാരല്ലേ ഇവിടെ ഭരിച്ചിരുന്നത്, കേന്ദ്ര സർക്കാരല്ലേ ഇവിടെ ഭരിച്ചിരുന്നത്. 2011 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഇവിടെ ഭരിച്ചിരുന്നു. അതേ സമയത്ത് തന്നെയാണ് കേരളത്തിൽ നിന്ന് 7 മന്ത്രിമാർ ഉണ്ടായിരുന്നു. അതേ സമയത്ത് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്നത് മൻമോഹൻ സിംഗ് സർക്കാരായിരുന്നു. ഈ പറയുന്ന 24 വർഷത്തിനിടയിൽ ഒരു തവണ പോലും എന്തുകൊണ്ടാണ് നമുക്ക് വിഴിഞ്ഞം പോർട്ട് ഓപ്പറേഷണൽ ആക്കാൻ പറ്റാതെ ഇരുന്നത്? അത് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം മാത്രമല്ലേ സാധിച്ചത്? പിന്നെ VGFന്റെ കാര്യം മാത്രമാണ്. കബോട്ടാഷിന്റെ കാര്യം നിങ്ങൾ എന്താ വിട്ടുകൾ? അല്ലല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. മിലിറ്ററി ക്ലിയറൻസ് കൊടുത്തു എന്നതാണോ സർക്കാരിന്റെ വലിയ നേട്ടം? അങ്ങ് പൂർത്തിയാക്കാൻ അല്ലെ, നമുക്ക് അധിക സമയം ഇല്ലാത്തതുകൊണ്ട് ഇവരാ ഞാൻ സ്പെസിഫിക് ആയി ചോദിച്ചു പോകുന്നത്. ഞാൻ തടസ്സപ്പെടുത്തുകയല്ല. നേട്ടമായി പറയുന്നത് അരുണേ, മിലിറ്ററി ക്ലിയറൻസ് മാത്രമല്ല കൊടുത്തിരിക്കുന്നത്. ഇവിടെ കബോട്ടാഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ട് നിലവിലുണ്ട്, ഒരു ലോ നിലവിലുണ്ട്. ഈ കബോട്ടാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോർട്ടുകളിലേക്ക് വിദേശത്ത് നിന്ന് ഷിപ്പ് വന്നു കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും മറ്റ് ഡൊമസ്റ്റിക് പോർട്ടുകളിലേക്ക് പോകുവാനുള്ള അനുമതി ഉണ്ടാകാറില്ല. ഇവിടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു നോൺ ഓപ്പറേഷണൽ പോർട്ടിന് വേണ്ടിയിട്ട്, അതും അന്നത്തെ കേരള സർക്കാർ ആവശ്യപ്പെട്ടതിന്റെ പേര്, ഇറസ്പെക്റ്റീവ് ഓഫ് ആര് എന്നുള്ളതല്ല, കേരള സർക്കാരിന് ഉമ്മൻചാണ്ടി സർക്കാരാണോ പിണറായി സർക്കാരാണോ എന്നുള്ളതല്ല, അന്ന് ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു. ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് കബോട്ടാഷ് ലോ വരെ എടുത്തു മാറ്റുവാൻ വേണ്ടിയിട്ട് വിഴിഞ്ഞത്തിന് വേണ്ടിയിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. മുദ്ര പോർട്ടൊക്കെ ഓപ്പറേഷണൽ പോർട്ടാണ്. അല്ലല്ല, മുദ്ര പോർട്ടൊക്കെ ഓൾറെഡി അല്ലല്ല വല്ലാർപാടത്തിന് കൊടുത്തിരുന്നല്ലോ. 2012 അപ്പൊ എന്താണ് അല്ല, ഞാൻ പറഞ്ഞത് നോൺ ഓപ്പറേഷണൽ പോർട്ടിന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. നോൺ ഓപ്പറേഷണൽ പോർട്ട് അല്ലല്ല, ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. മുദ്ര പോർട്ട് എന്നൊക്കെ പറയുന്നത് വെറുതെ ഡീവിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. അല്ലല്ല, അങ്ങ് വെറുതെ ഡീവിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. അങ്ങ് ഞാൻ പറയുന്ന കാര്യത്തിന് കൊടുക്കേണ്ട അനുമതിയെല്ലാം കേന്ദ്ര സർക്കാർ കൊടുത്തു എന്നതാണ് ഈ പദ്ധതിയിലുള്ള കേന്ദ്രത്തിന്റെ പങ്ക്. ഓപ്പറേഷണൽ പോർട്ടിന് വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് ഒരു പോർട്ടില് കബോട്ടേഷൻ. ആയിക്കോട്ടെ. അപ്പൊ ഈ അനുമതികളെല്ലാം കൊടുത്തു എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ പങ്ക്. ശരിയല്ലേ? ചോദ്യം. തീർച്ചയായിട്ടും ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റിന് മാത്രമേ അത്തരത്തിലുള്ള അനുമതികൾ കൊടുത്ത് മുമ്പോട്ടേക്ക് പോകാൻ. അരുൺ, ഇതിനകത്ത് ടെക്നിക്കൽ പോയിന്റിന് അപ്പുറത്തേക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ കിടപ്പുണ്ടല്ല. ഞാൻ കംപ്ലീറ്റ് അല്ല യുവരാജ്, നമുക്ക് അധിക സമയം ചെലവഴിച്ചു. ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം പറയുക. അതായത് കൊടുക്കാനുള്ള അനുമതികളെല്ലാം കൊടുത്തു, അതിനപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാരിന് ഈ പദ്ധതിയിൽ അഭിമാനിക്കാനായിട്ടുള്ള പങ്കാളിത്തമില്ല. അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞോളൂ, ഞാൻ തരാം. നമുക്കിനി അനുമതിയുടെ കാര്യത്തിൽ
കൊടുക്കാനുള്ള അനുമതി ഈ സർക്കാരിന്റെ പലപ്പോഴും ബാധ്യതയാണ്. കൊടുക്കാതിരുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് സിംഗപ്പൂർ പോർട്ട് മുതൽ ദുബായ് പോർട്ട് മുതൽ ലോകത്തുള്ള പല പോർട്ടുകളും ഇവിടെ മാറി മാറി വന്ന കേന്ദ്ര സർക്കാരുകളെ ശരി അതാണ് ആരോപണം. അതവിടെ നിൽക്കട്ടെ. അത് അനുമതിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ശരി, എനിക്കൊരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം ഞാൻ തിരികെ വരാം. ഏലിയസ് ജോൺ കൂടി നമുക്കൊപ്പമുണ്ട്. ഏലിയസ് ജോൺ പറയാനുള്ളത് മറ്റൊരു കാര്യം കൂടിയാണ്. ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോഴും അതിന്റെ അനുബന്ധമായിട്ട് നടക്കേണ്ട കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പലർക്കും സംശയമുണ്ട്. ആ സംശയത്തിലേക്ക് കൂടി നമുക്ക് വരേണ്ടതുണ്ട്. വിഴിഞ്ഞത്തെ ഉദ്ഘാടന വേദി എന്നാണ് ചോദ്യം. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ CPM പ്രതിനിധി, അഡ്വക്കേറ്റ് ഷിബു മീരാൻ മുസ്ലിം ലീഗ് UDF പ്രതിനിധി, യുവരാജ് ഗോകുൽ BJP പ്രതിനിധി, വിഴിഞ്ഞം മദർ പോർട്ട് ആക്ഷൻ കൗൺസിൽ അംഗം ഏലിയസ് ജോൺ എന്നിവരാണ് ചർച്ചയിൽ. ഏലിയസ് ജോൺ, ഞാൻ ഇന്ന് പ്രധാനമന്ത്രിയും വേദിയിൽ ഉന്നയിച്ച രാഷ്ട്രീയ വിഷയങ്ങളുടെ പ്രതികരണമാണ് പ്രധാനമായിട്ടും തേടിയത്. എന്നാൽ അതിനും അപ്പുറം നിൽക്കുന്ന ചില വിഷയങ്ങൾ കൂടി ഈ പോർട്ടുമായി ബന്ധപ്പെട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അങ്ങ് ആദ്യ കപ്പൽ വന്നൊരു വർഷമാകുമ്പോഴും നാട്ടുകാർക്ക് പ്രയോജനം ചെയ്യുന്ന ട്രിവാൻഡ്രം മദർ പോർട്ടിന്റെ ഗേറ്റ് വേ കാർഗോ ഓപ്പൺ ചെയ്യാത്തതിൽ പ്രതിഷേധിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതടക്കം ഇന്നിപ്പോൾ ആരുടെ ഉറക്കം കെടുത്തുന്ന പദ്ധതിയായിട്ടാണ് വിഴിഞ്ഞത്തെ താങ്കൾ കാണുന്നത്? പ്രധാനമന്ത്രി കണ്ടത് ഇത് ആരുടെയൊക്കെയോ ഉറക്കം കെടുത്താൻ പോകുന്ന പദ്ധതിയായിട്ടാണ്. ഏലിയസ് ജോൺ. ഞാനങ്ങനെ കാണുന്നൊന്നുമില്ല. ആരുടെയെങ്കിലും ഉറക്കം കെടുത്താൻ വേണ്ടി ഇന്ത്യ ഒരു പ്രൊജക്ട് ഉണ്ടാക്കുന്നു, കേരളം ഒരു പ്രൊജക്ട് ഉണ്ടാക്കുന്നു, അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടും എനിക്കില്ല. ഇന്ത്യയുടെ ട്രാൻസ്ഷിപ്മെന്റ് ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് പണ്ട് പലരും പറയുന്ന കാര്യം തന്നെയാണ്. ഇന്ത്യയുടെ 75% കാർഗോ മറ്റ് രാജ്യങ്ങളാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അത് ഇനി മുതൽ നമ്മുടെ പോർട്ട് പതുക്കെ പതുക്കെ പൂർണ്ണമായും ഏറ്റെടുക്കുന്ന തരത്തിൽ വളരും. അതുകൊണ്ട് സമീപ പോർട്ടുകൾക്ക് ചില ക്ഷീണം ഉണ്ടാകും. അവരത് മാനേജ് ചെയ്യും. അത് അവരുടെ പ്രശ്നമാണ്, നമ്മുടെ പ്രശ്നമല്ല. നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പൊ ഞങ്ങൾ പ്രതിഷേധിക്കാനുള്ള ഒരു കാരണം പ്രധാനമന്ത്രി അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ഇതൊരു അപൂർണമായ ഒരു കുഞ്ഞിന്റെ നൂലുകെട്ടാണോ വേറെന്തെങ്കിലും ആണോ എന്നുള്ള ഒരു ഉദ്ഘാടനമാണ് നടന്നത്. അദ്ദേഹം ഒരു കണ്ടെയ്നർ പച്ചക്കൊടി കാണിച്ച് പുറത്തു വിട്ടാണ് ഉദ്ഘാടനം നടത്തേണ്ടിയിരുന്നത്. അദ്ദേഹത്തിന്റെ അടുത്ത് പോലും ഈ വിവരങ്ങൾ മറച്ചു വെച്ചിട്ടാണോ അദ്ദേഹത്തെ കൊണ്ടുവന്നത് എന്നൊരു സംശയമുണ്ട്. ഒരു പോർട്ട് ഉദ്ഘാടനം ചെയ്യുക എന്ന് പറഞ്ഞാൽ കപ്പലിൽ കണ്ടെയ്നർ വരുന്നു, കണ്ടെയ്നർ പുറത്തോട്ട് പോകുന്നു, അല്ലെങ്കിൽ കണ്ടെയ്നർ അകത്തോട്ട് പോകുന്നു. ഇങ്ങനെയാണ് നമ്മൾ പോർട്ടുകളുടെയൊക്കെ ഉദ്ഘാടനം കാണുന്നത്. കപ്പലുകളെ ഫ്ലാഗ് ഓഫ് ചെയ്ത് വിടുന്നു. ഇവിടെ അദ്ദേഹം ഒരു ശിലാഫലകം സ്വിച്ച് ഓൺ ചെയ്യുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പോ 2024 ജൂലൈ 11 തുടങ്ങിയ ഒരു പ്രവർത്തനം ഇനി ഒരു മാസം കഴിയുമ്പോൾ ഒരു വർഷമാവുകയാണ്. ഇതുവരെ നമുക്കൊരു കണക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു വിഷയം ഇതുവരെയും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ട്. ഇവിടെ ഈ തുറമുഖത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരു ജോലി, ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ കാത്തിരിക്കുന്നത്. പല കമ്പനികളും നമ്മുടെ സമീപത്തുള്ള കൊച്ചിയിലുള്ള സുഹൃത്തുക്കളുണ്ട്, തൂത്തുക്കുടിയിലുള്ളവരുണ്ട്, ചെന്നൈയിലുള്ളവരുണ്ട്, മുംബൈയിലുള്ളവരുണ്ട്. ഇവരൊക്കെ അവരുടെ ബ്രാഞ്ച് ഓഫീസുകൾ ഇവിടെ തുടങ്ങാൻ കാത്തിരിക്കുക. പലരും ഞങ്ങളെ ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് അവിടെ വന്നാൽ ഗേറ്റ് വേ കാർഗോ ഓപ്പൺ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഒരു ബ്രാഞ്ച് തുടങ്ങാം. ഒരു ബ്രാഞ്ച് തുടങ്ങിയാൽ 2 കുട്ടികൾക്കെങ്കിലും ജോലി കിട്ടും. അങ്ങനെ തൃപ്തികരമായ ഒരു മറുപടി നൽകാൻ ഇന്ന് വരെ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഈ ചോദ്യം MSCയോട് പോകുന്നുണ്ട്, അദാനി ഗ്രൂപ്പിനോട് പോകുന്നുണ്ട്. എല്ലാവരും നിസ്സഹായരാണ്. ആർക്കും എന്നാണ് ഈ കാർഗോ പുറത്തിറങ്ങുന്നത്, എന്നാണ് ഈ കാർഗോ പുറത്തുനിന്ന് അകത്ത് പോകുന്നതെന്ന് പറയാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ഒരു അപൂർണമായ പ്രൊജക്ടിനെയാണ് നമ്മുടെ പ്രധാനമന്ത്രിയെ കൊണ്ട് ആരൊക്കെയോ ഉദ്ഘാടനം ചെയ്യിച്ചത്. അതൊരു വലിയ പാതകമായി പോയെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം ഈ പ്രോജക്റ്റിന്റെ ദേശീയ അന്തർദേശീയ തലത്തിലേക്കുള്ള ഒരു മാനത്തിലേക്ക് ഉയർന്നിട്ടുണ്ട്. ഇപ്പൊ നാഷണൽ മീഡിയ എല്ലാം പറയുന്നുണ്ട് ഈ പ്രൊജക്ട് ഇന്ത്യയുടെ ട്രാൻസ്ഷിപ്മെന്റ് ഹാൻഡിൽ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ട്രാൻസ്ഷിപ്മെന്റ് ഹാൻഡിൽ ചെയ്താൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഏകദേശം എന്റെ കണക്കനുസരിച്ച് 289 കപ്പലുകൾ വന്നു. കടലിൽ വരുന്നു, കടലിലോട്ട് പോകുന്നു. ഈ കരയിൽ ആർക്കെങ്കിലും, എന്റെ ഒരു അനുഭവം പറയാം. ഞങ്ങൾ ഈ സമരം ചെയ്യുന്ന കാലത്തൊക്കെ ആ മുല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്ത് പോയിട്ട് ഒരു ചായ കുടിക്കാറുണ്ട്. പ്രസംഗമെല്ലാം കഴിഞ്ഞൊരു ചായ കുടിക്കും. ആ കടയിൽ ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയി. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് കച്ചവടമൊക്കെ കൂടിയോ? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, പോർട്ട് വന്നത് കാരണം ഒരു ചായ പോലും അദ്ദേഹത്തിന് വിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതാണ് ഈ പോർട്ട് വന്നത് കൊണ്ട് ലാൻഡ് സൈഡിൽ വന്നിട്ടുള്ള മാറ്റം. ലാൻഡ് സൈഡിൽ മാറ്റം വരാതെ ഈ പോർട്ട് കൊണ്ട് ഒരുപക്ഷെ അദാനിക്ക് മാത്രമായിരിക്കും നേട്ടം ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഖജനാവിൽ കുറച്ച് പണം എത്തിയിട്ടുണ്ട്. സാധാരണക്കാരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ മാറ്റം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ 3 പതിറ്റാണ്ടോളം ഞങ്ങൾ സമരവും പ്രചരണങ്ങളും ഒക്കെ നടത്തിയത്. ആ അർത്ഥത്തിൽ ഇപ്പോഴും ഇത് എന്നെന്ന് പോലും പറയാൻ പറ്റുന്നില്ല. ഞങ്ങൾ പലപ്പോഴും ചോദിക്കുന്നുണ്ട്, നിങ്ങളൊരു ഡേറ്റ്. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി വാസവൻ നിയമസഭയിൽ പറഞ്ഞു,
ഈ 4 മാസമാണ് അദ്ദേഹം പറഞ്ഞ തീയതി, 4 മാസം. പക്ഷേ അദാനി ഗ്രൂപ്പിനോട് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഉറപ്പ് തരാൻ പറ്റുന്നില്ല. നിർഭാഗ്യവശാൽ ഈ ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത് ഇന്ന് ഉദ്ഘാടനം ചെയ്ത പ്രോജക്റ്റ് ഇപ്പോഴും അതിന്റെ പൂർണ്ണ തോതിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. അങ്ങനെ പ്രവർത്തനം ആരംഭിക്കാത്ത ഒരു പോർട്ടിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാൻ എന്തിനാണ് പ്രധാനമന്ത്രിയെ പോലെ ഒരാളെ, അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അതിർത്തിയിലൊക്കെ ഒരുപാട് തലവേദനയുള്ള സമയത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു? ഇതാരെങ്കിലും ഈ വിഷയം ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ, ചർച്ച ചെയ്യുന്നുണ്ടോ? എന്താണ് ഇങ്ങനെ ഒരു അമളി നമുക്ക് പറ്റിയിരിക്കുന്നത്? എന്താണ് തടസ്സം? എന്ത് ഇത് 2015 ഡിസംബർ മാസം 5-ാം തീയതി നിർമ്മാണം തുടങ്ങിയ ഒരു പ്രൊജക്റ്റാണ്. 10 വർഷമായിട്ട് നമുക്കൊരു 1.5 കിലോമീറ്ററാണ് ആകെ ഈ പറയുന്ന കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ 1.5 കിലോമീറ്ററാണ്. 1.5 കിലോമീറ്റർ റോഡ് നമുക്ക് കണക്ട് ചെയ്യാൻ 10 വർഷം വേണം. നമ്മുടെയൊക്കെ കാര്യങ്ങൾ അങ്ങനെയാണോ നടക്കുന്നതെങ്കിൽ ഈ നാടിന്റെ ഗതികേടെന്നേ പറയാനുള്ളൂ. ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇത് ബന്ധപ്പെട്ടവരെ അറിയിക്കാനും നിരന്തരം പ്രശ്നമുണ്ടാക്കാനും അല്ലേ പറ്റുള്ളൂ. അല്ലാതെ അതിനപ്പുറം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ശ്രീ എലിയസ് ജോൺ. നമുക്കതിലൊന്നുമല്ലല്ലോ ശ്രദ്ധ. ആരുടെയൊക്കെയോ ഉറക്കം കെടുത്തുന്നു ചിലർ പാർട്ട്ണറെ എന്ന് വിളിക്കുന്നു. അതിന്റെ പേരിലുള്ള രാഷ്ട്രീയ പരിഹാസങ്ങൾ, രാഷ്ട്രീയ മറുപടികൾ ചിലർ വിട്ടുനിൽക്കുന്നു എന്നതിനപ്പുറം ഈ യഥാർത്ഥ വിഷയങ്ങളിലേക്ക് എന്തുകൊണ്ടാണ് ഇവരുടെ ശ്രദ്ധ പോകാത്തത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എനിക്ക് 1 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഇടവേള കൂടി വേണം. അതിനുശേഷം ഞാൻ മറ്റതിഥികളിലേക്ക് എത്താം. നിങ്ങൾക്കും പറയാനുണ്ടാവും. ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളുടെ പ്രതികരണം. പ്രോജക്ടിന്റെ ഉദ്ഘാടന വേദി രാഷ്ട്രീയ ആരോപണങ്ങൾക്കുള്ള വേദിയാക്കി മാറ്റൂ എന്നതായിരുന്നു ചോദ്യം. അതിഥികളായ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ CPM പ്രതിനിധി, അഡ്വക്കേറ്റ് ഷിബു മീരാൻ UDF പ്രതിനിധി, യുവരാജ് ഗോകുൽ BJP പ്രതിനിധി, ഏലിയസ് ജോൺ വിഴിഞ്ഞം മദർ പോർട്ട് ആക്ഷൻ കൗൺസിൽ അംഗം എന്നിവരാണ് നമുക്കൊപ്പം ചർച്ചയിൽ. ഞാൻ അഡ്വക്കേറ്റ് ഷിബു മീരാനിലേക്ക് വരുന്നു. അഡ്വക്കേറ്റ് ഷിബു മീരാൻ, അനിൽകുമാർ ഒട്ടേറെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു, അതിനുള്ള മറുപടി പറയാം. അതിനോടൊപ്പം ഏലിയസ് ജോൺ ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 2015 ഉദ്ഘാടനം തുടങ്ങി നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയ ഒരു പ്രോജക്റ്റ് ഇപ്പോഴും 1.5 കിലോമീറ്റർ ദൂരത്തിൽ ഒരു കണക്ടിവിറ്റി പോലും എത്താതെ നിൽക്കുന്നു എന്ന വിഷയം പ്രതിപക്ഷം ഇടയ്ക്കിടയ്ക്ക് ചൂണ്ടിക്കാണിച്ചു എന്നതിനുമപ്പുറം ഇന്ന് വലിയ രീതിയിൽ അഭിമാനമുണ്ട് എന്ന് പറയുമ്പോൾ അതിനു വേണ്ടുന്ന എന്ത് കാര്യമാണ് നിങ്ങൾ തെരുവിൽ ചെയ്തത് എന്നൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. ഇതൊക്കെ സർക്കാരിന് ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷ നേതാവ് ആ സ്ഥലത്ത് നിന്ന് വിട്ടുനിന്ന് UDF ഏകോപന യോഗത്തിൽ പങ്കെടുക്കുകയാണ്. തീർച്ചയായും ഞാൻ അഡ്വക്കേറ്റ് അനിൽകുമാർ പറഞ്ഞതിനും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതിനും എനിക്ക് ചുരുങ്ങിയ സമയത്തിൽ ഞാൻ മറുപടി പറയാം. ഇപ്പോൾ ഈ ചർച്ചയിൽ ഉടനീളം CPM പ്രതിനിധി ശ്രമിച്ചത് UDF ഇതിനൊരു പങ്കുമില്ല എന്ന് വരുത്തി തീർക്കാനുണ്ട്. ഇപ്പോൾ ജോസ് കെ മാണി അദ്ദേഹം LDFിൻ്റെ ഭാഗമാണല്ലോ. ഇപ്പോൾ ഇന്ന് ഒരു 10 മണിക്കൂർ മുമ്പ് അദ്ദേഹം ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ പേജിൽ ഒരു പ്രസംഗം പങ്കുവച്ചിട്ടുണ്ട്. അത് അവരുടെ പാർട്ടിയുടെ സ്ഥാപക നേതാവായ ജോസ് കെ മാണി സാറിൻ്റെ 2011 ബജറ്റ് പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ വിഴിഞ്ഞം ഏത് എതിർപ്പിനെയും മറികടന്ന് ഞങ്ങൾ യാഥാർത്ഥ്യമാക്കുമെന്നാണ് മാണി സാർ പറയുന്നത്. തൊട്ടടുത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബുണ്ട്, പിന്നെ പ്രിയപ്പെട്ട ഉമ്മൻ. അപ്പോൾ ഞങ്ങളുടെ പങ്കിന് ഇപ്പോൾ LDFിൽ സജീവമായി നിൽക്കുന്ന അവരുടെ മുന്നണിയിലെ 2ാമത്തെ പാർട്ടിയുടെ നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സാക്ഷ്യപത്രം ലഭിച്ചിരിക്കുകയാണ്. ഇനി ഈ പദ്ധതി ഞങ്ങളിപ്പോൾ ഇതിൽ പങ്കെടുത്തില്ല എന്നതാണല്ലോ ഞങ്ങളെക്കുറിച്ചുള്ള ആക്ഷേപം. ഈ വിഴിഞ്ഞത്തിൻ്റെ തറക്കല്ലിടുമ്പോൾ ഇവരാരും പോയിട്ടില്ലെന്ന് മാത്രമല്ല, ഡോക്ടർ അരുൺകുമാർ 6000 കോടി രൂപയുടെ അഴിമതി ആരോപണമാണ്. ഇവിടെ C&AG റിപ്പോർട്ടിനെ കുറിച്ച് അദ്ദേഹം 2-3 തവണ പരാമർശിച്ചല്ലോ. ഈ 6000 കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിക്കുമ്പോൾ 1% അതേക്കുറിച്ചൊരു ബോധ്യമുണ്ടായിട്ടായിരുന്നു നിങ്ങൾ പറഞ്ഞതെങ്കിൽ നിങ്ങൾ ഈ 9 വർഷം അതിനെക്കുറിച്ച് അന്വേഷിക്കണ്ടേ? അതേക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു ജുഡീഷ്യൽ കമ്മീഷൻ്റെ മുൻപിൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും പോയിട്ട് കയ്യിലുള്ള തെളിവ് കൊടുക്കണ്ടേ? ഇപ്പോൾ ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷവും ഒരു തെളിവുമില്ലാതെ, ബോധ്യത്തിൻ്റെ ഒരടിസ്ഥാനവുമില്ലാതെ വീണ്ടും നിങ്ങളിത് ആവർത്തിക്കുന്നത് വിഴിഞ്ഞത്തിൻ്റെ ഈ ചരിത്രത്തിൽ നിന്ന് ആ മനുഷ്യൻ്റെ ആ ഒരു കോൺട്രിബ്യൂഷനെ മാച്ചു കളയാനാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വിവേകമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ പറയും. പിന്നെ ഇവിടുത്തെ കണക്ടിവിറ്റിയുടെ പ്രശ്നം ശരിയാണ് ഡോക്ടർ അരുൺകുമാർ. അവിടെ റോഡ് കണക്ടിവിറ്റിയുടെ മാത്രമല്ല, നമുക്ക് വലിയ റെയിൽവേ കണക്ടിവിറ്റി വേണ്ടി വരും. ഇപ്പം ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കേട്ടപ്പോൾ ബോധ്യപ്പെട്ടത് ബാലരാമപുരത്തേക്ക് ഒരു 10 കിലോമീറ്ററോ മറ്റോ നമ്മൾ റെയിൽവേ പാത കൂടി നിർമ്മിക്കുമ്പോഴാണ് ഈ പോർട്ടിൽ വന്നിട്ടുള്ള കണ്ടെയ്നറുകൾ നമുക്ക് കൃത്യമായ ഞങ്ങളിതേക്കുറിച്ച് പറഞ്ഞിട്ടില്ല, ചൂണ്ടിക്കാണിച്ചിട്ടില്ല എന്ന് ഡോക്ടർ അരുൺകുമാർ അങ്ങ് പറഞ്ഞു. ഇന്ന് ആ വേദിയിൽ പോയി പറഞ്ഞില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ വളരെ കൃത്യമായി നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഡോക്ടർ അരുൺകുമാർ. ഓക്കെ, അഡ്വക്കേറ്റ് അനിൽകുമാറിലേക്ക് എത്തിയാൽ അനിൽകുമാർ മറുപടി. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം രാഷ്ട്രീയ വിഷയങ്ങൾക്കുമപ്പുറം ഏലിയസ് ജോൺ ചോദിച്ച ചോദ്യമാണ്. അവിടെ ഒരു ചായക്കടക്കാരന് പോലും കാര്യമായ വരുമാന വർധനം ഉണ്ടാവാത്ത രീതിയിൽ ഒരു പ്രോജക്റ്റ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ഇനി 3 വർഷം കഴിയുമ്പോൾ മാറ്റമുണ്ടാകുമായിരിക്കും. പക്ഷേ അപൂർണമായ അല്ലെങ്കിൽ പൂർണ്ണ വളർച്ചയെത്താത്തൊരു കുഞ്ഞിൻ്റെ താലിച്ചരടാണോ ഈ ചരടുകെട്ടാണോ ഇന്ന് പ്രധാനമന്ത്രി നിർവഹിച്ചത്? അഡ്വക്കേറ്റ് കെ അനിൽകുമാർ. 650-700 കിലോമീറ്റർ നീളം വരുന്ന ഒരു ദേശീയപാത പൂർത്തിയാക്കാനും
മലയോരപാത പൂർത്തിയാക്കാനും തീരദേശപാത പൂർത്തിയാക്കാനും കേരളത്തിലെ 30,000 കിലോമീറ്റർ റോഡുകൾ ഉന്നത നിലവാരത്തിൽ നടപ്പാക്കാനും കഴിഞ്ഞ പിണറായി സർക്കാരിന് 1.5 കിലോമീറ്റർ റോഡ് പൂർത്തിയാക്കാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ? എന്താ തടസ്സം? ആ പദ്ധതിയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് പറയാം. ആ പദ്ധതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ പറയാം. 3 ഘട്ടങ്ങളായിട്ടാണ് ആ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. അതനുസരിച്ച് 1-ാം ഘട്ടം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര കപ്പൽച്ചാലിലൂടെ വരുന്ന ചരക്കുകൾ അല്ലെങ്കിൽ കണ്ടെയ്നറുകൾ അവിടുന്ന് തന്നെ കയറ്റിവിടുന്ന പദ്ധതിയാണ് നമ്പർ 1. നമ്പർ 2 എന്ന് പറയുന്നത് ദേശീയപാത കൂടി പൂർത്തിയായെങ്കിൽ മാത്രമേ അതിൻ്റെ ഫുൾ ടാപ്പിംഗ് നടക്കുകയുള്ളൂ. ആ ദേശീയപാത നിർമ്മാണം പൂർണ്ണമാകുന്ന ഘട്ടത്തിലല്ലാതെ ഈ കണ്ടെയ്നറുകളും ലോറിയും കൂടി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 30 മീറ്റർ റോഡിലൂടെ കേരളത്തിലൂടെ പോയാൽ ഇവിടെ മനുഷ്യന് യാത്ര ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് കേരളത്തിലെ ദേശീയപാത പൂർത്തിയാവുക, മലയോരപാത പൂർത്തിയാവുക, തീരദേശപാത പൂർത്തിയാവുക എന്നതുമായി ബന്ധപ്പെട്ടാണ് അവിടെ നിന്നും ഇത്തരം കണ്ടെയ്നറുകൾ പുറത്തേക്ക് കൊണ്ടുവന്ന് അത് ചരക്ക് ഗതാഗതം കൈകാര്യം ചെയ്യുന്ന ലോജിസ്റ്റിക്കിൻ്റെ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുക. അതിനുവേണ്ടി ഞങ്ങൾ ചെയ്ത കാര്യം എന്താണ്? എന്നാണോ പദ്ധതി പൂർത്തിയാക്കേണ്ടത് അവിടുന്ന് 20-25 കൊല്ലം മുമ്പിലേക്ക് പദ്ധതിയെ കൊണ്ടുവന്നിരിക്കുന്നു. രണ്ടാമത് ചെയ്തിരിക്കുന്നത് 2028 പദ്ധതി പൂർത്തിയാക്കുന്നു എന്ന് കണക്കാക്കിക്കൊണ്ട് 2028 മുമ്പ് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വികസിപ്പിക്കാൻ റെയിൽവേക്ക് ആവശ്യമായ സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞു. സർക്കാർ പണം മുടക്കുകയാണ്. അതുപോലെ തന്നെ 1.5 കിലോമീറ്റർ റോഡ് പണിയാൻ വേണ്ടി ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കൽ പ്രക്രിയ പൂർത്തിയാക്കി. നമ്മളൊരു 1.5 കിലോമീറ്റർ റോഡ് പണിയാൻ കേരളത്തിൽ എത്ര സമയം വേണം? പക്ഷെ പ്രശ്നം എന്താണ്? അതിങ്ങോട്ട് കടത്തിക്കൊണ്ട് വന്നാൽ ബാക്കി നമ്മുടെ ദേശീയപാതയ്ക്ക് ഇപ്പം താങ്ങാനാവുന്ന വിധം ദേശീയപാത നിർമ്മാണം പൂർത്തീകരിക്കാതെ നമ്മൾ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല. പിണറായി വിജയൻ ഗവൺമെന്റ് കേരളത്തിൽ ചെയ്ത ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് മനസ്സിലാക്കുക. ദേശീയപാതയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ തടസ്സപ്പെടുത്തിയിട്ടും 5,250 കോടി രൂപ 6,250 കോടി രൂപ മുടക്കിയത് എന്തിനാണെന്നറിയാമോ? വിഴിഞ്ഞം ടാപ്പ് ചെയ്യാനാണ്. വിഴിഞ്ഞം ടാപ്പ് ചെയ്യാൻ ദേശീയപാതയെ വികസിപ്പിച്ച് മലയോരപാതയും തീരദേശപാതയും ഉണ്ടാക്കുന്ന പിണറായി സർക്കാരിനാണ് ഭാവന. അതുകൊണ്ട് ഉമ്മൻചാണ്ടി കല്ലിട്ടടത്തല്ല വിഴിഞ്ഞം നിൽക്കുന്നത്. വിഴിഞ്ഞം വിശ്വത്തോളം വളരുന്ന വിഴിഞ്ഞമായി മാറും തരത്തിൽ പിണറായി സർക്കാർ അതിനെ ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു പാക്കേജായി ഇതിനെ കാണണം. ദേശീയപാതയും മലയോരപാതയും തീരപാതയും ഉൾപ്പെടെ ഒരു പാക്കേജായി കാണണം. ഒരു പോയിന്റ് കൂടെ ഞാൻ പറയാം. നിങ്ങൾ ശബർ റെയിൽ ആരംഭിച്ചേ, ആ ശബർ റെയിൽ നേരെ വന്ന് വിഴിഞ്ഞത്തേക്ക് വരാമല്ലോ നെടുമങ്ങാട് വഴി. എന്തായിരിക്കും കേരളത്തിന്റെ റെയിൽവേ വികസനം? അപ്പോൾ ഇവിടെ യുവരാജ് ഗോകുലിനോട് ഞാൻ പറയുകയാണ്, കേന്ദ്ര സർക്കാർ കേരളത്തിന് എയിംസ് തരാത്ത പോലെ തീവണ്ടിപ്പാതയും തരത്തില്ല, വയനാടിന് പൈസ തരാത്ത പോലെ വിഴിഞ്ഞത്തിനും പൈസ മുടക്കത്തില്ല. ബഹുമാനപ്പെട്ട അരുൺകുമാർ ചോദിച്ചല്ലോ, 71 പദ്ധതികൾ 70 എണ്ണത്തിനും BGF എന്ന് പറയുന്ന ഗ്രാൻഡാണ്. മറുപടി കിട്ടിയോ? നിങ്ങൾ ഏതോ ഒരു കുളച്ചലിലേക്ക് പോകാതെ ഇവിടെ നിൽക്കുക. കുളച്ചൽ യുദ്ധം പിന്നെ നടത്താം, ഇവിടെ നിൽക്ക്. 70 എണ്ണത്തിന് നിങ്ങൾ ഗ്രാൻഡായിട്ട് കൊടുത്തു. അപ്പം കേന്ദ്രത്തിന്റെ സർക്കാരിന്റെ കയ്യിലേക്ക് ഫണ്ട് തിരിച്ചു വരുന്നുണ്ടോ 70 എണ്ണത്തിൽ? എന്താ ബി ജെ പിക്കാരന് മലയാള അലർജിയാണ്. മുണ്ടുടുക്കാനും മുണ്ട് കുത്താനും പിന്നെ തെറി പറയാനും പച്ചത്തെറി പറയാനും പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആ കോമാളി നേതാവിനോട് ഇന്ന് പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾ ഈ കോമാളിത്തരത്തെ വെച്ച് കുറിപ്പിക്കില്ല. അതാണ് ഞങ്ങളുടെ വാദം. യുവരാജ് ഗോകുൽ മറുപടി. അല്ല, ഈ കീലേരി അച്ചു ചമഞ്ഞ് കോമാളിത്തരവും ഗുണ്ടായുസും ഒക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് ആരാണെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും നല്ല ധാരണയുണ്ട് അനിൽകുമാർ. എനിക്ക് ഇന്ദ്രനെ പേടിയില്ല, ചന്ദ്രനെ പേടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കീലേരി അച്ചു കളിച്ച് നടക്കുന്ന ആരാണെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് അങ്ങ് പോയി കോമാളിത്തരവും മുണ്ടുമടക്കിക്കുത്തലും ഒക്കെ അവിടെ പോയി പറഞ്ഞാൽ മതി. കേരളത്തിന്റെ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാവിനെ ഞാൻ ചവിട്ടി ഓടിച്ചു എന്നൊക്കെ പറഞ്ഞ് കൊച്ചു പിള്ളേർ 3-ാം ക്ലാസ്സിൽ അടിയുണ്ടാക്കുന്ന പോലെ നീ എന്നെ കുത്തി, ഞാൻ നിന്റെ കണ്ണിയിട്ട് കുത്തി എന്നൊക്കെ കണ്ടിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇനി റെയിൽവേയുടെ വികസനത്തിന്റെ കാര്യം സാറേ, ഈ തിരുവനന്തപുരം മുതൽ നമ്മുടെ കന്യാകുമാരി സെക്ടർ വരെ നാഗർകോവിൽ വരെയുള്ള റെയിൽവേ പാത ഇരട്ടിപ്പിക്കലിന് വേണ്ടിയിട്ട് റെയിൽവേ തന്നിട്ടുള്ള കാശ് എന്ത് ചെയ്ത് സാറേ ഒന്ന് പറഞ്ഞുതരാമോ? ആ കാശെടുത്ത് വകമാറ്റി ചെലവഴിച്ചു എന്നാണ് റെയിൽവേ പറയുന്നത്. ആ കാശിന് ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞാൽ മാത്രമേ ബാക്കി പണിക്കുള്ള പൈസ അവർ തരത്തുള്ളൂ. അതുകൊണ്ട് അവിടുത്തെ റെയിൽവേ വികസനം മുരടിച്ച് കിടക്കുകയാണ്. അനിൽകുമാർ സഖാവിന് വല്ലതും അറിയോ അതിനെ കുറിച്ചിട്ട്? അപ്പൊ ആദ്യം പോയിട്ട് ആ പൈസ എടുത്ത് എവിടെ വകമാറ്റി ചെലവഴിച്ചു എന്നുള്ള കാര്യമൊക്കെ അങ്ങ് അന്വേഷിച്ചിട്ട് വരിക. അതിനുശേഷം റെയിൽവേ കൃത്യമായിട്ട് ബോധിപ്പിക്കുക. അപ്പൊ ബാക്കി കാര്യങ്ങൾ നടന്നോളൂ സാർ.
ഓക്കെ, യുവരാജ്, എനിക്ക് എലിയസ് ജോണിലേക്ക് പോകണം. ചർച്ച അവസാനിക്കുന്നത് അങ്ങയിലാണ്. എലിയസ് ജോൺ, ഇപ്പോൾ അനിൽകുമാർ പറഞ്ഞ മറുപടിയിൽ അങ്ങ് തൃപ്തനാണോ? എന്തുകൊണ്ടാണ് 1.5 കിലോമീറ്റർ റോഡ് കണക്ടിവിറ്റി വരാത്തത്? കാര്യം അതുവഴി വരുന്ന കാർഗോയെ സ്വീകരിക്കാൻ കഴിയുന്ന, കണ്ടെയ്നറുകളെ സ്വീകരിക്കാൻ കഴിയുന്ന വീതിയോ വലിപ്പമോ നമ്മളുടെ ദേശീയപാതയ്ക്കില്ല. ദേശീയപാത വികസനം ഡിസംബറോടുകൂടി പൂർണ്ണമാകുമ്പോൾ അടുത്ത ജനുവരി മുതൽ ദേശീയപാതയിലേക്ക് കണ്ടെയ്നറുകൾ വരാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ നിലവിൽ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു സ്ഥലം എന്നുള്ളതാണ്. എലിയസ് ജോൺ, എനിക്ക് ഈ വിഷയത്തിലുള്ള അഭിപ്രായം, വിഴിഞ്ഞത്ത് വരുന്ന കണ്ടെയ്നറുകൾ അതിന്റെ ബഹുഭൂരിപക്ഷവും പോകുന്നത് തമിഴ്നാട്ടിലും. കേരളത്തിലൂടെ അത്ര വലിയ ട്രാഫിക് ഉണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം കേരളത്തിൽ നിന്നുള്ള കയറ്റുമതി വളരെ വളരെ കുറവാണ്. ആ കേരളത്തിലുള്ള കയറ്റുമതി ഒരു പക്ഷെ അതിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചി വഴി തന്നെ പോയേക്കാം. അപ്പൊ ഇവിടെ വരുന്ന കണ്ടെയ്നറുകൾ ഒരു 10-20 കിലോമീറ്ററിനപ്പുറം കടന്നാൽ, അല്ലെങ്കിൽ ഒരു 40 കിലോമീറ്ററിനപ്പുറം കടന്നാൽ തമിഴ്നാട്ടിലോട്ട് പോകേണ്ട കണ്ടെയ്നറുകളാണ് ബഹുഭൂരിപക്ഷവും. തമിഴ്നാടും കർണാടകയും ആന്ധ്രയും ഒക്കെ ആയിട്ട് പോകേണ്ടത്. അതും നമ്മുടെ ദേശീയപാതയുമായിട്ട് എന്താണ് ബന്ധം? ഇനി അങ്ങനെ വരുന്ന ഇത് മനഃപൂർവ്വം നമ്മൾ ഇത് വൈകിച്ചുകൊണ്ട് ഞങ്ങളുടെ ദേശീയപാത പൂർത്തിയാക്കുന്നത് വരെ ഇവിടെ ഒരു ട്രാൻസ്ഷിപ്മെന്റ് മാത്രം മതി, ഗേറ്റ് വേ വേണ്ട എന്ന് വയ്ക്കുന്നത് വളരെ ആത്മഹത്യാപരമല്ലേ? ഖജനാവിൽ പണമില്ല എന്ന് പറയുന്ന ഒരു സർക്കാരിന് പറ്റിയ ഭൂഷണമാണോ? ഒരു കണ്ടെയ്നർ പുറത്തിറങ്ങിയാൽ ഇത്ര രൂപ വരുമാനം കിട്ടുമെങ്കിൽ എത്രയും പെട്ടെന്ന് ആ റോഡ് കണക്ട് ചെയ്തുകൊണ്ട് കണ്ടെയ്നർ പുറത്തിറക്കുകയല്ലേ വേണ്ടത്? അപ്പൊ അതല്ല യഥാർത്ഥത്തിലുള്ള കാസർഗോഡ് ഇരിക്കുന്ന, ഇപ്പൊ എന്താ പറയുക, ഇവിടെ മഴ പെയ്യുന്നുണ്ട്, ആലുവയില് മഴ പെയ്യുന്നുണ്ട്, ഇവിടന്നെ മുണ്ട് മടക്കി കുത്തുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് ആ മറുപടി. കാസർഗോഡ് മുതൽ പണിതു വരുന്ന ഒരു റോഡ് പൂർത്തിയായിട്ട് മതി വിഴിഞ്ഞത്തുനിന്ന് വരുന്ന കണ്ടെയ്നർ പുറത്തിറങ്ങാനെന്ന് പറഞ്ഞാൽ കുറഞ്ഞത് ഒരു 5 വർഷം കൂടി വരും. ഞാൻ കഴിഞ്ഞ ദിവസവും കൊല്ലം, ആലപ്പുഴ, എറണാകുളം വഴി യാത്ര ചെയ്ത ആളാണ്. ഇന്നത്തെ ആ റോഡിന്റെ അവസ്ഥ കണ്ടാൽ 2030 ദേശീയപാത പൂർത്തിയാവുന്നത്. അപ്പൊ 2030 മാത്രമേ നമ്മുടെ ഗേറ്റ് തുറക്കുകയുള്ളൂ. അതാണ് ഇന്നത്തെ കേരള സർക്കാരിന്റെ നിലപാടെങ്കിൽ അതൊന്ന് തുറന്നു പറഞ്ഞാൽ ഞങ്ങൾക്ക് തൃപ്തിയാകും. ഞങ്ങൾ അനാവശ്യമായ സമരങ്ങൾക്കൊന്നും മുന്നോട്ട് പോകുന്നില്ല. അതല്ല യഥാർത്ഥത്തിലുള്ള വിഷയം. ഇപ്പൊ CPM പ്രതിനിധി പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എലിയസ് ജോൺ. അതുകൊണ്ട് നിങ്ങൾ സമരം നടത്തിയാലും ദേശീയപാത വികസനം ഇല്ലാതെ കണക്ടിവിറ്റി വരില്ല. 100-200 മീറ്ററിനുള്ള ലാൻഡ് അക്വിസിഷൻ പോലും ഇതുവരെയും നടന്നില്ല. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു വന്ന 2 കണക്കുണ്ട്. ഒന്ന്, 30 വർഷമായി വരുന്ന ഒരു പ്രൊജക്ട്. 2015 ഡിസംബർ 5 നിർമ്മാണം തുടങ്ങിയ പ്രൊജക്ട്. ജൂലൈ 11 കഴിഞ്ഞ ജൂലൈ 11 കപ്പലെടുത്ത പ്രൊജക്ട്. ഇത്രയും ആയിക്കഴിഞ്ഞിട്ടും ഈ കണ്ടെയ്നറുകൾ എങ്ങോട്ട് പോകണം എന്ന് നിശ്ചയമില്ലാത്ത ഭരണാധികാരികൾ, വിസിൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അതിന് നേതൃത്വം നൽകുന്ന വകുപ്പ് മന്ത്രി, അവരുടെ പിടിപ്പുകേട് മറച്ചുവെക്കുവാൻ ദേശീയപാതയുടെ നിർമ്മാണവുമായി ഇതിനെ കൂട്ടിക്കുഴയ്ക്കുന്നത് നീതീകരിക്കാവുന്ന മറുപടിയാണ്. നമ്മൾ ശ്രമിക്കുന്നവർ വളരെ ബോധമുള്ളവരാണ്, അക്കാദമിക്കായിട്ട് വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ്. അവരോടൊക്കെ നമ്മൾ ഇത്രയും മോശമായ മറുപടി പറഞ്ഞ ആളുകളെ മണ്ടന്മാരാക്കുന്നത്. ഇത് നമ്മുടെ തൊട്ടടുത്തുള്ള ഈ ദേശീയപാതയിൽ കണക്ട് ചെയ്യാൻ 150 മീറ്റർ കൂടെ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അതൊന്ന് അടിയന്തരമായി പൂർത്തിയാക്കിയിട്ട് വേണ്ടേ ഈ ഉദ്ഘാടനം നടത്താൻ? അതാണ് പ്രസക്തമായ. ഇനിയൊരു ഉദ്ഘാടനം നമ്മൾ ആരെയാണ് കൊണ്ടുവരാൻ പോകുന്നത്? പ്രസിഡന്റിനെയാണ്. എമിഗ്രേഷനും എല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ട് പ്രസിഡന്റിനെ കൊണ്ടുവന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്യും. അനുസരിച്ച് അങ്ങനെയല്ലേ സംഭവിക്കേണ്ടത്? പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ താഴെയുള്ള ആരെങ്കിലും കൊണ്ടുവരാൻ പറ്റുന്നു. അപ്പൊ എത്ര ഉദ്ഘാടനങ്ങളാണ് ഇപ്പൊ നടന്നത്? മുഖ്യമന്ത്രി തന്നെ 2 ഉദ്ഘാടനം നടന്നു. അപ്പൊ ഈ ഉദ്ഘാടനങ്ങളുടെ മേളയല്ലാതെ യഥാർത്ഥത്തിൽ സാധാരണക്കാർക്ക്, കുട്ടികൾക്ക്, തൊഴിലന്വേഷകർക്ക്, വിദേശത്തിരിക്കുന്ന എത്ര ചെറുപ്പക്കാരാണ് അവിടെ വിസിറ്റ് വിസയിൽ എടുത്തുപോയിട്ട് തിരിച്ചു നാട്ടിൽ വരാൻ പറ്റുമോ എന്ന് അന്വേഷിക്കുന്ന 100 കണക്കിന് ചെറുപ്പക്കാർ ഈ നാട്ടിലുള്ളപ്പോ അവർക്ക് ആശ്വാസമാകുന്ന ഒരു മറുപടി കൊടുക്കുക. ശ്രീ അനിൽകുമാർ, ദയവ് ചെയ്ത് നിങ്ങൾ വകുപ്പ് മന്ത്രിയോട് പറഞ്ഞത് വേഗത്തിലാക്കാമെന്ന് പറയാതെ നിങ്ങൾ ദേശീയപാത പൂർത്തിയാക്കുന്നത് വരെ ഈ കണ്ടെയ്നർ പുറത്തിറങ്ങില്ല എന്ന് പറയുന്നത് അല്പം ധിക്കാരം കൂടിയ ഒരു മറുപടിയായി പോകുന്നു. പൊതുജനങ്ങളെ, കേരളീയരെ വെല്ലുവിളിക്കുന്ന ഒരു മറുപടിയായി പോവുകയാണ്. കാരണം ഞങ്ങൾ 30 വർഷം ഞങ്ങളുടെ ജീവിതം നൽകിയാണ് ഈ കപ്പൽ, ഇത്രയും വലിയ കപ്പലുകൾ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചത്. അവരോട് നിങ്ങൾ ഇങ്ങനെയുള്ളൊരു മറുപടി പറയുമ്പോൾ ഞങ്ങൾക്ക് തിരിച്ച് അതേ സ്വരത്തിൽ മറുപടി പറയാൻ കഴിയുന്നില്ല എന്നുള്ളത് എന്റെ സുഹൃത്തു കൂടിയായ അരുൺകുമാറിനെ ഞാൻ ബോധിപ്പിക്കുന്നു. ഒരു തർക്കത്തിനോ ഒരു വെല്ലുവിളിക്കോ അല്ല. അങ്ങ് ഉന്നയിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. സർക്കാർ കേൾക്കേണ്ട ചോദ്യമാണ്. എത്രയും പെട്ടെന്ന് ഇത് പൂർത്തിയാക്കുക. അവിടെയുള്ള സാധാരണക്കാരുടെ ജീവിതം മാറുമ്പോൾ മാത്രമാണ് ആ പ്രോജക്റ്റ് കൊണ്ട് കേരളത്തിന് മാറ്റമുണ്ടായി എന്ന് നമുക്ക് പറയാൻ കഴിയുക. അദാനിയുടെ പോക്കറ്റിൽ വരുമാനമുണ്ടാകും, സർക്കാരിന്, കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ വരുമാനം വരും, സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ വരുമാനം വരും. പക്ഷേ ആ പ്രോജക്റ്റ് കൊണ്ട് ആ പ്രദേശത്തുള്ളവർക്ക് കൂടി മാറ്റമുണ്ടാവണം, ഈ നാടിനാകെ മാറ്റം
മാറ്റമുണ്ടാകണം എന്നതാണ് വാസ്തവം. നന്ദി അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, അഡ്വക്കേറ്റ് ഷിബു മീരാൻ, യുവരാജ് ഗോകുൽ, ഏലിയാസ് ജോൺ ചർച്ചയിൽ ചേർന്നത്. Debate with Dr. Arun Kumar.